സോ നെക്സ്റ്റ് ഈ സിമ്പത്തോമൈമെറ്റിക് ഡ്രഗ്സ്. അപ്പോൾ എന്താണ് സിമ്പത്തോമൈമെറ്റിക്? ഇപ്പോൾ നമ്മൾ സിമ്പത്തോലൈറ്റിക് പറഞ്ഞു അല്ലേ. സിമ്പത്തോലൈറ്റിക് എന്ന് പറഞ്ഞത് നമ്മളുടെ സിമ്പത്തറ്റിക് ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് സിമ്പത്തോലൈറ്റിക് എന്ന് പറയുന്നത്. സിമ്പത്തോമൈമെറ്റിക് എന്ന് പറഞ്ഞാലോ അപ്പം എന്ത് ആക്ഷൻ എന്ന് വെച്ചാൽ സിമ്പത്തറ്റിക് ആക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സിമ്പത്തോമൈമെറ്റിക് ഡ്രഗ്സ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? നോറെപ്പിനെഫ്രിൻ്റെ എപ്പിനെഫ്രിൻ്റെയൊക്കെ റിലീസിനെ ഒന്നും കൂടെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അല്ലേ. ആ റിസപ്റ്റേഴ്സിനെ നമുക്കറിയാം, സിമ്പത്തറ്റിക്കിന് കുറച്ച് സ്റ്റിമുലേഷൻ ആ റിസപ്റ്റേഴ്സിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പം ആ ഒരു സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ്. ഓക്കെ, അപ്പോൾ ആ ഡ്രഗ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ നോക്കിക്കേ, ദ സിമ്പത്തോമൈമെറ്റിക് ഡ്രഗ്സ് mimic the effects of adrenergic sympathetic nerve stimulation on sympathetic effectors. അതായത് നമ്മളുടെ സിമ്പത്തറ്റിക്കിൻ്റെ എഫക്റ്റിനെ മിമിക് ചെയ്യുക, അതായത് കോപ്പി ചെയ്യുക. നമുക്ക് ആ പട്ടി ഓടിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തുണ്ടാകുന്ന ആ എഫക്റ്റിനെ മിമിക് ചെയ്തുകൊണ്ട് അതേ എഫക്റ്റ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഡ്രഗ്സ്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ സിമ്പത്തോമൈമെറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ദീസ് ഡ്രഗ്സ് ആർ ആൾസോ റെഫേർഡ് ടു ആസ് അഡ്രിനോമൈമെറ്റിക് ഡ്രഗ്സ്. ഇതിനെ വേറെ പേരെന്താ പറയുക? അഡ്രിനോമൈമെറ്റിക് ഡ്രഗ്സ് എന്നും ഇതിനെ പറയാറുണ്ട്. സോ ദീസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ക്യാൻ ബി യൂസ് ടു മെയിൻറ്റെയിൻ. അപ്പോൾ ഈ സിമ്പത്തോമൈമെറ്റിക് ഡ്രഗ്സ് നമ്മുടെ ശരീരത്തിൽ എന്തിനാണ് ആവശ്യം? ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ അല്ലേ. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ കുറയുകയാണെങ്കിൽ, ലോ BP ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ആ ഒരു BP ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? സിമ്പത്തോമൈമെറ്റിക് ഡ്രഗ്സ് കൊടുക്കാറുണ്ട്. ഓർ ടു റിലീവ് എ ലൈഫ് ത്രെട്ടനിങ് അറ്റാക്ക് ഓഫ് അക്യൂട്ട് ബ്രോങ്കിയൽ ആസ്മ. അപ്പോൾ ആസ്മ പേഷ്യൻസിന് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? സിമ്പത്തോമൈമെറ്റിക്. കാരണം ആസ്മ പേഷ്യൻസിന് നമ്മൾ സാധാരണ സിമ്പത്തറ്റിക് ആക്ഷൻ എന്താ സംഭവിക്കുക? നമ്മൾ ഓടുമ്പോൾ പട്ടി ഓടിക്കുമ്പോൾ നമ്മൾ ബ്രോങ്ക്യൂൾസ് ഒക്കെ അങ്ങ് ഡയലേറ്റ് ആവുമല്ലേ, എങ്കിലല്ലേ നമുക്ക് നന്നായിട്ട് ശ്വാസം എടുക്കാനും വിടാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രഗ്സിനെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രോങ്ക്യൂൾ ഡയലേഷൻ സംഭവിക്കും. അതുവഴി നമുക്ക് നന്നായിട്ട് ശ്വാസം എടുക്കുക. ആസ്മയുടെ കേസിൽ എന്താ സംഭവിക്കുക? ബ്രോങ്കോ കൺസ്ട്രിക്ഷനാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കൺസ്ട്രിക്ഷനെ ബ്ലോക്ക് ചെയ്യുക. അതായത് സിമ്പത്തോമൈമെറ്റിക് ആക്ഷൻ എന്ന് പറയുമ്പം നമ്മളുടെ ആ അവിടത്തുള്ള β2 റിസപ്റ്റേഴ്സിനെയൊക്കെ അങ്ങോട്ട് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ എന്തുണ്ട്? ഡയലേഷൻ നടക്കും. ഡയലേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് മോർ ഓക്സിജൻ അല്ലേ, നമുക്ക് നന്നായിട്ട് ശ്വസിക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് അങ്ങനെയുള്ള. അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത്? ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ആസ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യും. ദേ ആൾസോ യൂസ്ഡ് ഇൻ കോൾഡ് പ്രിപ്പറേഷൻ ബിക്കോസ് ദേ കൺസ്ട്രിക്ട് മ്യൂക്കോസൽ ബ്ലഡ് വെസൽ ആൻഡ് ദസ് റിലീവ് നാസൽ കൺജഷൻ. അപ്പോൾ ഇത് കോൾഡ് പ്രിപ്പറേഷൻസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളുടെ മ്യൂക്കോസൽ ബ്ലഡ് വെസൽസിനെയൊക്കെ കൺസ്ട്രിക്റ്റ് ചെയ്യും. അതുവഴി നാസൽ കൺജഷനെയൊക്കെ നമുക്ക് റിലീവ് ചെയ്യുന്നത് എന്താണ്? ഈ സിമ്പത്തോമൈമെറ്റിക്. അതായത് ഡയലേഷൻ ഉണ്ടായിട്ട് നമുക്ക് ആ നാസൽ കൺജഷനൊക്കെ നമുക്ക് മാറും. നെറ്റ് എഫക്റ്റ് ഓഫ് സിമ്പത്തോമൈമെറ്റിക് ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ്റെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുക. ഓർ ടു സപ്ലൈ ടു ദ റിസപ്റ്റേഴ്സ്. ആ റിസപ്റ്റേഴ്സിനകത്തോട്ട് ഈ എപ്പിനെഫ്രിൻ്റെ അല്ലെങ്കിൽ നോറെപ്പിനെഫ്രിൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുക. ആൻഡ് ആൾസോ ബൈൻഡിങ് ഓഫ് എഗോണിസ്റ്റ്. നമുക്ക് എഗോണിസ്റ്റ് ആണല്ലേ, നമ്മളെ ഇൻഹിബിറ്റ് ചെയ്യല്ല, റിസപ്റ്റേഴ്സിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് എഗോണിസ്റ്റ് ഡ്രഗ് ടു ദ റിസപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിമ്പത്തോമൈമെറ്റിക്കിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. സോ നമ്മൾ റിസപ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണ്. ഇത് ആൾറെഡി ഒരു വട്ടം പറഞ്ഞു, എങ്കിലും ഒന്നും കൂടെ ഇത് പറയേണ്ട കാര്യം ഇറ്റ്സ് വർത്ത് റിപ്പീറ്റിംഗ് അല്ലേ. അപ്പോൾ നോക്കിയേ, adrenoceptors were originally classified as alpha adrenoceptors or beta adrenoceptors based on the relative potency of adrenoceptor agonists in different tissues. അതായത് ആൽഫ അഡ്രിനോറിസപ്റ്റേഴ്സും ബീറ്റ അഡ്രിനോറിസപ്റ്റേഴ്സും ഉണ്ട്. അച്ഛാ ഈ എങ്ങോട്ട് ബൈൻഡ് ചെയ്യുന്നു, അതായത് നമ്മളുടെ ഡ്രഗ് അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ നോറെപ്പിനെഫ്രിൻ എങ്ങോട്ട് ബൈൻഡ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ റിസപ്റ്റേഴ്സിനെ ആൽഫ റിസപ്റ്റർ അല്ലെങ്കിൽ ബീറ്റ റിസപ്റ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ ആർ മോർ പൊട്ടൻറ്റ് ദാൻ ഐസോപ്രോട്ടിനോൾ ഓർ ഐസോപ്രീനാലിൻ അറ്റ് അഡ്രിനോറിസപ്റ്റേഴ്സ് ഇൻ സ്മൂത്ത് മസിൽ. അതായത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ് മോർ പൊട്ടൻറ്റ് ദാൻ ഐസോപ്രീനാലിൻ അറ്റ് അഡ്രിനോറിസപ്റ്റർ ഇൻ സ്മൂത്ത് മസിൽ. അതെന്താണെന്ന് വെച്ചാൽ
താഴോട്ട് പറയുന്നുണ്ട്, എങ്കിലും ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. അതായത് ആൽഫ റിസപ്റ്റേഴ്സിലോട്ടാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമൈൻ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കാരണം, അമൈൻ ഗ്രൂപ്പ് ഹെവി ആയിട്ടുണ്ടെങ്കിൽ, അതായത് അമൈൻ ഗ്രൂപ്പിൻ്റെ അറ്റാച്ച്മെൻറ്റ് കൂടുതലാണെങ്കിൽ അതെപ്പോഴും ബീറ്റ റിസപ്റ്റേഴ്സിനോടായിരിക്കും അഫിനിറ്റി കൂടുതൽ. അതേസമയം അമൈൻ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്കറിയാം ഇതൊരു കാറ്റക്കോളമൈൻസ് ആണെന്ന്. അപ്പോൾ ആ കാറ്റക്കോളമൈൻ്റെ അമൈൻ്റെ അവിടെ അറ്റാച്ച്മെൻ്റ് ഒന്നും അധികം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പോഴും ആൽഫ റിസപ്റ്റേഴ്സിലോട്ടായിരിക്കും ബൈൻഡ് ചെയ്യാനുള്ള അഫിനിറ്റി കൂടുതൽ. ഇവിടെ നിന്ന് വെച്ചാൽ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്നൊക്കെ പറയുന്നത് അതിന് കൂടുതലും ആൽഫ റിസപ്റ്റേഴ്സിലോട്ടായിരിക്കും അഫിനിറ്റി, ബൈൻഡ് ചെയ്യാനുള്ള അഫിനിറ്റി കൂടുതൽ. ഓക്കെ, അതുപോലെ തന്നെ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് 3യും 4ലും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസും വൺ ഓഫ് ദ റീസൺ ആണ് ഈ ആൽഫ റിസപ്റ്ററിലോട്ട് ബൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ ആർ മോർ പൊട്ടൻറ്റ് ദാൻ ഐസോപ്രോട്രിനോൾ അറ്റ് അഡ്രിനോറിസെപ്റ്റർ ഇൻ സ്മൂത്ത് മസിൽ ആൻഡ് ദെയർ വാസ് ഡെസിഗ്നേറ്റഡ് ആസ് ആൽഫ അഡ്രിനോറിസെപ്റ്റേഴ്സ്. അതുകൊണ്ട് അതിനെ എന്താണെന്ന് പറയുന്നത്? ആൽഫ അഡ്രിനോറിസെപ്റ്റർ എന്ന് പറയുന്നു. വേറാസ് ഐസോപ്രോട്രിനോൾ ഈസ് മോർ പൊട്ടൻറ്റ് ദാൻ എപ്പിനെഫ്രിൻ and norepinephrine at adrenoreceptors in cardiac tissue, and these receptors are called beta adrenoreceptors. നമ്മൾ കാർഡിയാക് ടിഷ്യൂസിനകത്ത് ഏത് ടൈപ്പ് റിസപ്റ്റേഴ്സ് ആണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്? β1 റിസപ്റ്റേഴ്സ് ആണല്ലേ. അപ്പോൾ ഈ ഐസോപ്രോട്രിനോൾ അല്ല ഐസോപ്രീനാലിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ അമൈൻ ഗ്രൂപ്പിനകത്ത് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഓക്കെ, അറ്റാച്ച്മെൻ്റ് ഉണ്ടായത് കൊണ്ട്, അതായത് മീഡിയൽ ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ അമൈനകത്ത് എന്തെങ്കിലും ഒരു മീഡിയൽ ഗ്രൂപ്പിൻ്റെ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ദേ ഹാവ് ദ അഫിനിറ്റി ടു ബീറ്റ റിസപ്റ്റേഴ്സിനോട്ടായിരിക്കും അതിന് കൂടുതൽ അഫിനിറ്റി ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് ഈ ഐസോപ്രീനാലിന് കൂടുതലും എങ്ങോട്ടായിരിക്കും അറ്റാച്ച്മെൻറ്റ്, അഫിനിറ്റി ഉള്ളത് β1 റിസപ്റ്റേഴ്സിനോട്ടായിരിക്കും ദാൻ എപ്പിനെഫ്രിൻ ഓർ നോർ എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിനേക്കാളിലും നോർ എപ്പിനെഫ്രിനേക്കാളിലും കുറച്ചും കൂടെ അഫിനിറ്റി എന്തിനായിരിക്കും? ഐസോപ്രീനാലിനായിരിക്കും. കുറച്ചും കൂടെ അഫിനിറ്റി ഏതിനായിരിക്കും എന്നറിയോ? നമ്മളുടെ β2 അഫിനിറ്റി കൂടുതലുള്ള സാൽബ്യൂട്ടമോൾ, ടെർബ്യൂട്ടാലിൻ എന്നൊക്കെ പറയുന്നുള്ള ഡ്രഗ്സിന് കുറച്ചും കൂടെ അഫിനിറ്റി ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള അമൈൻ ഗ്രൂപ്പിനകത്തുള്ള അറ്റാച്ച്മെൻറ്റ് കുറച്ചും കൂടെ ഏറെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടായിരിക്കും β2 അറ്റാച്ച്മെൻറ്റ് കൂടുതലനുസരിച്ച് ബീറ്റയിലോട്ടുള്ള അഫിനിറ്റി കൂടും. ഓക്കെ, സോ നോക്കിക്കേ, ആക്ടിവേഷൻ ഓഫ് β1 അഡ്രിനോ റിസപ്റ്റേഴ്സ്. നമ്മളിപ്പോൾ ഒരു ഡ്രഗ് കൊടുക്കുകയാണ്. ആ ഡ്രഗ് കൊടുക്കുമ്പോൾ β1 റിസപ്റ്റേഴ്സിനെ അത് ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം ഫസ്റ്റ് β1 റിസപ്റ്റേഴ്സ് എവിടെയാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്? കാർഡിയാക് ടിഷ്യൂസ് അല്ലെ കാർഡിയാക് സെൽസിനകത്ത്. ഓക്കെ, അപ്പോൾ എവിടെയായിരുന്നു? നമ്മളുടെ SA നോഡിനകത്തുണ്ട്, AV നോഡിനകത്തുണ്ട്, പർക്കിൻജയിലിനകത്തുണ്ട്, മയോകാർഡിയത്തിനകത്തെല്ലാം എന്താ ഉള്ളത്? ഏറ്റവും കൂടുതൽ β1 ആണ് ഉള്ളത്. സോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവിടുത്തെ SA നോഡിനെ AV നോഡിനെ ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഫസ്റ്റ് വൺ നോക്കിക്കേ, പോസിറ്റീവ് ക്രോണോട്രോപിക് എഫക്റ്റ്, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്. നമ്മളിത് ആൾറെഡി ഒരു വട്ടം പറഞ്ഞ അല്ലേ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ നോക്കി, ഇൻക്രീസ്ഡ് പോസിറ്റീവ് ക്രോണോട്രോപിക് എഫക്റ്റ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, പോസിറ്റീവ് അയനോട്രോപിക് എഫക്റ്റ് ഇൻക്രീസ്ഡ് കോൺട്രാക്ടിലിറ്റി, അതായത് ആ വെൻട്രിക്കിൾസിൻ്റെ കോൺട്രാക്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ മയോകാർഡിയത്തിൻ്റെ സ്റ്റിമുലേഷൻ കാരണം. പോസിറ്റീവ് അയനോട്രോപിക് എഫക്റ്റ് ഇൻക്രീസ്ഡ് കോൺട്രാക്ടിലിറ്റി, പോസിറ്റീവ് ഡ്രോമോട്രോപിക് എഫക്റ്റ്, ദാറ്റ് ഈസ് ആ AV നോഡിൻ്റെ അവിടെയാണ് ഈ ഡ്രോമോട്രോപിക് എഫക്റ്റ് വരുന്നത്. അതായത് ഇൻക്രീസ്ഡ് കാർഡിയാക് ഇമ്പൾസ് കണ്ടക്ഷൻ. നമ്മളുടെ ഇമ്പൾസ് SA നോഡിൽ നിന്ന് ഇമ്പൾസ് എങ്ങോട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്? AV നോഡിനകത്തോട്ട് അല്ലേ. ആ AV നോഡിനകത്താണ് എന്ത്? ഇമ്പൾസ് കൺട്രക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ആ കാർഡിയാക് ഇമ്പൾസ് ഇൻക്രീസ് ചെയ്യും, നമ്മളുടെ ഹാർട്ട് റേറ്റ് എല്ലാം ഇൻക്രീസ് ആവും. ആക്ടിവേഷൻ ഓഫ് β1 റിസപ്റ്റേഴ്സ് ആൾസോ ഇൻക്രീസ് റെനിൻ സെക്രീഷൻ. അപ്പോൾ β1ൻ്റെ സ്റ്റിമുലേഷന് റെനിൻ സെക്രീഷനും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, റെനിൻ സെക്രീഷൻ ഇൻക്രീസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കുമെന്ന്. നല്ല ആൻജിയോടെൻസിൻ 2 റിലീസ് ചെയ്യും. ആൻജിയോടെൻസിൻ എന്ന് വെച്ചാൽ ഒരു നല്ല പൊട്ടൻ്റ് ആയിട്ടുള്ളൊരു വാസോ കൺസ്ട്രക്ഷനാണ് നടത്തുന്നത്. ഓക്കെ, നന്നായിട്ട് വാസോ കൺസ്ട്രക്ഷൻ നടക്കും. വാസോ കൺസ്ട്രക്ഷൻ നടന്നാൽ എന്ത് സംഭവിക്കും? ദർ വിൽ ബി ദ ഇൻക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ ടു ദി
വെൻട്രിക്കിൾസിൽ നിന്ന് ബ്ലഡ് സപ്ലൈ കൂടുതൽ, അപ്പം പമ്പ് ചെയ്യും, കാർഡിയാക് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും. കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ബി പിയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ നമ്മളുടെ ബി പി ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ വാട്ടർ റീറ്റൻഷൻ എല്ലാം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത നോക്കിക്കേ, β2 അഡ്രിനോറിസെപ്റ്റേഴ്സ്. β2 എവിടെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? ഓർത്തോളുക, ബ്രോങ്കസ്, ലങ്സ്. അവിടെ മാത്രമല്ല, ഒന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക, യൂട്രെയിൻ ആൻഡ് വസ്കുലർ സ്മൂത്ത് മസിൽസിലും എന്തുണ്ട്? β2. സ്കെൽറ്റൽ മസിൽസിലും എന്തുണ്ട്? β2 ആണ്. അപ്പം ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസ്, നമ്മൾ ബ്രോങ്കസിലും β2 ആണ്. അവിടെയും നമുക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും? റിലാക്സേഷൻ ഓഫ് ബ്രോങ്കസ്, അതുവഴി അല്ലെങ്കിൽ ഡയലേഷൻ ഓഫ് ബ്രോങ്കസ്, അതുവഴി നന്നായിട്ട് ഓക്സിജൻ സപ്ലൈ നടക്കും. അതുപോലെ തന്നെ യൂട്രസിനകത്ത് പ്രഗ്നൻറ്റ് ലേഡിയുടെ യൂട്രസിന് പ്രഗ്നൻറ്റ് മയോമെട്രിയം, ആ യൂട്രസ് ഇല്ലേ, ആ യൂട്രസിനകത്ത് അപ്പം എന്താ ഉണ്ടാവുക? β2 റിസെപ്റ്റേഴ്സ് ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? റിലാക്സേഷൻ ഓഫ് യൂട്രസ് നടക്കും. ഓക്കെ, അത് നമ്മളിപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് നമ്മൾ β2 റിസെപ്റ്റർ സ്റ്റിമുലൻസ് കൊടുക്കാറുണ്ട്. എന്തിനെന്ന് വെച്ചാൽ പ്രീമച്വർ ബർത്ത് അവോയ്ഡ് ചെയ്യാനായിട്ട്. അതായത് മാസം തികയാതെ കുട്ടി ഉണ്ടാവുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? β2 സ്റ്റിമുലൻസ് കൊടുക്കും. β2 സ്റ്റിമുലൻസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? യൂട്രസ് റിലാക്സ് ചെയ്യും. അപ്പോൾ അതിനൊരു വേർഡുണ്ട്, നമ്മൾ അങ്ങനെ ആ ഒരു എക്സ്പെഷ്യലി ഈ യൂട്രസിന് സ്റ്റിമുലൻ്റായിട്ട് യൂട്രസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഡ്രഗ്സിന് പറയുന്നത് ടോക്കോലൈറ്റിക്സ് എന്നാണ്. എന്താണ്? ടോക്കോലൈറ്റിക്സ്. ഓക്കെ, ടോക്കോലൈറ്റിക്സ് എന്നാണ് പറയുക. ഓക്കെ, അത് നമുക്ക് പിന്നെ പഠിക്കാം. ആൻഡ് വാസ്കുലർ സ്മൂത്ത് മസിൽസിലും എന്താണുള്ളത്? β2 റിസെപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഇൻ സ്കെൽറ്റൽ മസിൽ β2 റിസെപ്റ്റേഴ്സ് ആണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം β2 റിസെപ്റ്റേഴ്സ് ആണുള്ളത്. അവിടെ എന്ത് സംഭവിക്കും? നല്ല റിലാക്സേഷൻ ആവും. സോ ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യും, എങ്കിലും നമുക്ക് നന്നായിട്ട് ഓടാൻ പറ്റും. അതുപോലെ തന്നെ കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. അതുവഴി എന്ത് സംഭവിക്കും? പൊട്ടാസ്യം അപ്ടേക്കും ഇൻക്രീസ് ചെയ്യും. കാരണം പട്ടിയെ കാണുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ടായിരിക്കും ഓടുന്നതല്ലേ, അപ്പോൾ അതിനെ ഒന്നും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രഗ്സാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദർ വിൽ ബി ദ പൊട്ടാസ്യം അപ്ടേക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓർത്തോളുക, നമ്മൾ എപ്പോഴെങ്കിലും ഈ ഒരു സ്റ്റിമുലൻ്റ് ഓപ്പോസിറ്റ് ഒരു ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ബ്ലോക്കേഴ്സ് കൊടുക്കുകയാണെങ്കിൽ പൊട്ടാസ്യം അപ്ടേക്കിന് ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. ഓക്കെ, ഡിപ്ലീഷൻ ഓഫ് പൊട്ടാസ്യം സംഭവിക്കുക എന്നുള്ള കാര്യം ഓർത്തുള്ള. കാരണം നീ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഓർത്ത് വെച്ചേക്കാം ഇവിടെ ഒരു പൊട്ടാസ്യം അപ്ടേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, β2 പിന്നെ എവിടെയാണുള്ളത്? നമ്മളെ ലിവറിനകത്തുണ്ടല്ലേ, മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്ലൈക്കോജീനോലൈസിസ് ആണ് നടക്കുന്നത്, ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ആൻഡ് റിലീസ് ഗ്ലൂക്കോസ്. ഓർത്തോളുക, നമ്മളെപ്പോഴും β2 സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് കൊടുക്കുമ്പം വൺ ഓഫ് ദ സൈഡ് എഫക്റ്റ് ആണ് പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ്. നമ്മളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ ഇൻ ബ്ലഡ് വിൽ ഇൻക്രീസ്. സോ അടുത്തൊരു സെൻറ്റൻസ് നോക്കെ, whereas epinephrine and norepinephrine are equally potent at β1 receptor in cardiac tissues. Epinephrine is more potent than norepinephrine at β2 receptor in smooth muscle. അത് ഞാൻ അടുത്തതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാമേ. ഈ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ഇത് പൊട്ടൻ്റ് ആണ് β1 റിസപ്റ്റർ. ഇതിൻ്റെ കാര്യം താഴോട്ട് ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ഈ എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനകത്തും കൂടുതലും അതിന് എങ്ങോട്ട് അഫിനിറ്റി എന്ന് വെച്ചാൽ ബോത്ത് ആൽഫയിലോട്ടും ബീറ്റയിലോട്ടും അഫിനിറ്റി ഉണ്ടെങ്കിലും β1 റിസപ്റ്റേഴ്സിലോട്ട് അതിന് അഫിനിറ്റി ഉണ്ട്. പക്ഷേ ഈക്വലി പൊട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻ കാർഡിയാക് ടിഷ്യൂ എപ്പിനെഫ്രിൻ ഈസ് മോർ പൊട്ടൻ്റ് ദാൻ നോറെപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ ആണ് കുറച്ചും കൂടെ പൊട്ടൻ്റ് ആയിട്ടുള്ളത്, കാരണം പെട്ടെന്ന് നമുക്ക് ആ ഒരു ആക്ഷൻ കിട്ടുന്നത് എപ്പിനെഫ്രിൻ ആണ് ദാൻ നോറെപ്പിനെഫ്രിൻ. അതെന്തെന്ന് വെച്ചാൽ എപ്പിനെഫ്രിനകത്ത് എന്തുണ്ട്? എപ്പിനെഫ്രിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ വരച്ച് നോക്കിയാൽ ഒരു അമൈൻ ഗ്രൂപ്പ് ഉണ്ടല്ലേ, കാറ്റക്കോൾ റിംഗ്, പിന്നെ ഒരു ഈഥൈൽ ഗ്രൂപ്പ്, പിന്നെ ഒരു അമൈൻ ഗ്രൂപ്പ് ഉണ്ട്. ആ അമൈൻ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്ത് ഒരു ഈഥൈൽ ഗ്രൂപ്പ്, ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലേ, ഒരു CH3 അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ അമൈൻ ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന്
എങ്ങോട്ടായിരിക്കും കൂടുതൽ അഫിനിറ്റി ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞു ബീറ്റയിലോട്ടായിരിക്കും അഫിനിറ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു ബീറ്റ ഒന്നിലോട്ടുള്ള അല്ലെങ്കിൽ അഫിനിറ്റി കൂടുതൽ ഏതിനാണ്? എപ്പിനെഫ്രിനാണ് ദാൻ നോറെപ്പിനെഫ്രിൻ. നോറെപ്പിനെഫ്രിനകത്ത് അമൈൻ ഗ്രൂപ്പിനകത്ത് അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് അതിന് ബീറ്റയിലോട്ടുള്ള അഫിനിറ്റി കുറച്ച് കുറവായിരിക്കും എന്തിനേയും കാട്ടി? എപ്പിനെഫ്രിനെയും കാട്ടി. സോ എപ്പിനെഫ്രിൻ ഈസ് മോർ പൊട്ടൻറ്റ് ദാൻ നോറെപ്പിനെഫ്രിൻ അറ്റ് beta-2 receptor in smooth muscle. അടുത്തൊരു തേർഡ് ക്ലാസ് ഓഫ് ബീറ്റ അഡ്നോറിസെപ്റ്റേഴ്സ് നോൺ ആസ് beta-3 അഡ്നോറിസെപ്റ്റേഴ്സ്. അപ്പോൾ ഒരു മോഡിഫൈഡ് beta-1 റിസെപ്റ്റേഴ്സിനെയാണ് നമ്മൾ beta-3 അഡ്നോറിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ അഡിപ്പോസൈറ്റ്സിലാണ്. ആൻഡ് ദീസ് റിസെപ്റ്റേഴ്സ് അപ്പിയർ ടു മീഡിയേറ്റ് ലിപ്പോലൈസിസ്, ദാറ്റ് ഈസ് ബ്രേക്ക് ഡൗൺ ഓഫ് ട്രൈഗ്ലിസറൈഡ്സ് ഇൻ അഡിപ്പോസ് ടിഷ്യൂ. ട്രൈഗ്ലിസറൈഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ beta-3 അഡ്നോറിസെപ്റ്റേഴ്സ്. അപ്പോൾ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതലായിട്ടും ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, ലിപ്പോലൈസിസിൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാറുണ്ട്. അതുപോലെ തെർമോജനസിസ് ഇൻ സ്കെൽറ്റൽ മസിൽ, അതായത് ചൂട്, നമ്മുടെ ശരീരത്തിന് നല്ല ചൂട് തോന്നും. അതായത് ഓടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ചൂട്, ആ എനർജി അങ്ങോട്ട് ബേൺ ചെയ്യുന്നതിൻ്റെ ആ തെർമോജനസിസ് ഉണ്ടാവും, ചൂട് ഇൻ സ്കെൽറ്റൽ മസിൽ. ആൻഡ് ആൾസോ യൂട്രൈൻ റിലാക്സേഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞ യൂട്രൈൻ റിലാക്സേഷൻ ഉണ്ടാകും എന്നുള്ളത്. ആൻഡ് അതർ എഫക്ട്സ്. ഓക്കെ, ഇത് ആൽഫ റിസെപ്റ്റേഴ്സ്. സോ ആൽഫ റിസെപ്റ്റേഴ്സ് പ്രൈമറി ലൊക്കേറ്റഡ് ഇൻ സ്മൂത്ത് മസിൽ, സിമ്പത്തറ്റിക് ന്യൂറോ എഫക്റ്റർ ജംഗ്ഷൻ, ഇസ് ആൾസോ ഫൗണ്ട് ഇൻ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇവിടെയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ആൽഫ അഡ്നോ റിസെപ്റ്റേഴ്സ് കാണാൻ സാധിക്കുക. അപ്പം മെയിനായിട്ട് 3 സബ് ടൈപ്സ് ഉണ്ട് ആൽഫ 1 അഡ്നോ റിസെപ്റ്റേഴ്സിന്: ആൽഫ 1A, ആൽഫ 1B, ആൽഫ 1D എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫംഗ്ഷൻ നിങ്ങളൊന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കി വെച്ചാൽ ഞാൻ അത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല. Alpha 2 adrenoceptors are widely distributed at presynaptic neurons, various tissues and blood platelets. ഓർത്തോളുക, ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആൽഫ 2 റിസെപ്റ്റേഴ്സ് കാണാൻ കഴിയും. ഓക്കെ, അടുത്ത ആൽഫ 1 adrenoceptors mediate contraction of vascular smooth muscle, iris dilator muscle and smooth muscles in lower urinary tract. അപ്പോൾ ആൽഫ 1 എവിടെയൊക്കെ കാണാൻ പറ്റുക? വാസ്കുലർ സ്മൂത്ത് മസിൽസിൽ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഐറിസ്, കണ്ണിൻ്റെ ഐറിസ് ഡയലേറ്റർ, അതായത് കണ്ണിൻ്റെ ഐറിസ് ഡയലേറ്റ് ചെയ്യാനായിട്ടും ആൽഫ 1ൻ്റെ സ്റ്റിമുലേഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോവർ യൂറിനറി ട്രാക്ട്, അതായത് ബ്ലാഡറിനകത്ത് കാണാൻ പറ്റുന്നതും എന്താണ്? ആൽഫ 1 ആണ്. ബ്ലാഡറിൻ്റെ റിലാക്സേഷനും യൂറിത്രയുടെ ഇറ്റ്സ് യൂറിത്രൽ സ്പ്രിഞ്ചറിൻ്റെ കോൺട്രാക്ഷനുമാണ് സംഭവിക്കുന്നത്. പ്രോസ്റ്റേറ്റിൻ്റെയും ആൽഫ 1 റിസെപ്റ്റർ സ്റ്റിമുലേഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ കോൺട്രാക്ഷനാണ് സംഭവിക്കുന്നത്. സോ ആൽഫ 1 അഡ്നോറിസെപ്റ്റേഴ്സ് മീഡിയേറ്റ് കോൺട്രാക്ഷൻ ഓഫ് വസ്കുലർ സ്മൂത്ത് മസിൽ. ഇതിൻ്റെ എല്ലാം കോൺട്രാക്ഷനാണ് സംഭവിക്കുന്നത്. ഒന്നോർത്തോ, ബ്ലാഡർ മാത്രം റിലാക്സ് ചെയ്യുക, അവിടെ കോൺട്രാക്ഷൻ നടക്കില്ല. ബ്ലാഡർ റിലാക്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ആൽഫ 2 adrenoceptors located on sympathetic postganglionic neurons serve as autoreceptors. അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം കൊടുക്കുന്നതാണ് ആൽഫ 2 adrenoceptors. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഫൗണ്ട് ഇൻ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സിനകത്ത് ഉണ്ട് ആൽഫ 2 adrenoceptors. സോ ആൽഫ 2 adrenoceptors പ്ലേറ്റ്ലെറ്റ്സിനകത്ത് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് if we are giving a drug which stimulate alpha 2 system, there will be the platelet aggregation ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതായത് ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡ് കൊയാഗുലേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് if you are giving a drug which is stimulating alpha 2 receptor. ഓർത്തോളൂ, കാരണം ആൽഫ 2 റിസെപ്റ്റർ എവിടെയുണ്ട്? പ്ലേറ്റ്ലെറ്റ്സിലുണ്ട്. പ്ലേറ്റ്ലെറ്റ്സിനകത്ത് ഉള്ള ആൽഫ 2നെ സ്റ്റിമുലേറ്റ് ചെയ്താൽ പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ ഉണ്ടാവും. ഇറ്റ് വിൽ ലെഡിങ് ടു പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ എന്തിനാണ് സഹായിക്കുന്നത്? പ്ലേറ്റ്ലെറ്റ് അഗ്രഗേറ്റ് ചെയ്യുന്ന ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും. ഓക്കെ, പിന്നെ അഡിപ്പോസ്, ഇൻറ്റസ്റ്റൈനൽ, ഹെപ്പാറ്റിക്, റീനൽ ആൻഡ് എൻഡോക്രൈൻ ടിഷ്യൂസിനകത്തും എന്തുണ്ട്? ആൽഫ 2 പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ആൽഫ 2 മീഡിയേറ്റഡ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. ഓക്കെ, അത് ഓൾറെഡി പറഞ്ഞു. ഇൻ പാൻക്രിയാസ് ആൽഫ 2 റിസെപ്റ്റേഴ്സ് മീഡിയേറ്റഡ് ഇൻഹിബിഷൻ ഓഫ് ഇൻസുലിൻ സെക്രീഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഈസ് ആക്ടിവേറ്റഡ്. ഇത് ഓർത്തോളുക, നമ്മളെപ്പോഴും ആൽഫ 2നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാകില്ല. ഓക്കെ, ദർ വിൽ ബി ദ ഇൻഹിബിഷൻ ഓഫ് ഇൻസുലിൻ സെക്രീഷൻ. ഇൻസുലിൻ്റെ സെക്രീഷനെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
സോ റിസപ്റ്റേഴ്സ് അതിൻ്റെ ലൊക്കേഷൻ ഇത് ആൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഞാൻ ഒന്ന് പറഞ്ഞു തന്നു. ഇതിനകത്ത് സ്പെഷ്യലായിട്ടുള്ളത് D1 ഡോപ്പമിൻ 1 ഡോപ്പമിൻ 2 റിസപ്റ്റേഴ്സാണ്. അത് മെയിനായിട്ട് കാണുന്നത് ബ്രെയിനിലാണ്. And it also you can see in the dopamine 1 receptor in kidney vascular bed, and dopamine 2 you can see in brain affected tissues and smooth muscles. Okay, അപ്പോൾ അവിടെ മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ആൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. എവിടെയൊക്കെയാണ് ആൽഫ 1ഉം ആൽഫ 2ഉം ബീറ്റ 1 ബീറ്റ 2 എവിടെയാണെന്നുള്ളത് അതൊന്നും കൂടെ റെഫർ ചെയ്തോളൂ കേട്ടോ. ആൾറെഡി നമുക്കറിയാം റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ആൽഫ ബീറ്റ ഡോപ്പമിൻ റിസപ്റ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സിമ്പത്തറ്റിക് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേഴ്സാണ്. സ്ട്രക്ചറിൻ്റെ നമ്മൾ ഏതിൻ്റെയും ഈ ഫാർമക്കോളജിയിൽ വേറെ ഒന്നിൻ്റെയും സ്ട്രക്ചർ അറിഞ്ഞില്ലെങ്കിലും സിമ്പത്തറ്റിക്കിൻ്റെയും പാരാസിമ്പത്തറ്റിക്കിൻ്റെയൊക്കെ സ്ട്രക്ചർ, അതായത് ഡ്രഗ്സിൻ്റെ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇവിടെ നിന്ന് പറയുന്നത് നമ്മൾ ഈ സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാരണം നിങ്ങളിതിപ്പോൾ ആൾറെഡി കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ടാവും. എങ്കിലും ഞാനിവിടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇത് ഈ ഫാർമക്കോളജിയുടെ കാര്യത്തിൽ ഇതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുകയാണ്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രോട്ടോടൈപ്പ് മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണ്, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കാൻ നമ്മളെ റിസപ്റ്റേഴ്സ് അപ്പോൾ ഇതൊക്കെയാണ്. ഈ ഓരോ റിസപ്റ്റേഴ്സിലും എങ്ങനെയാണ് ഈ ഡ്രഗ് മോളിക്യൂൾ വന്ന് ബൈൻഡ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമുക്ക് ഇത്രയും റിസപ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. സോ എങ്ങനെയാണ് ഈ ഡ്രഗ്സിന് ഈ റിസപ്റ്ററിനോട് അഫിനിറ്റി തോന്നുന്നത് നമുക്കറിയണ്ടേ അല്ല. ഓരോ റിസപ്റ്ററിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ടല്ലേ ചെന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഒരു അഫിനിറ്റി കാണും ആ റിസപ്റ്ററുമായിട്ട്. എന്തായിരിക്കും ആ അഫിനിറ്റിയുടെ റീസൺ അല്ലേ, അതറിയണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ അഫിനിറ്റിയുടെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മളുടെ ബേസിക് സ്ട്രക്ചർ ഫീനൈൽ ഈഥൈൽ അമൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സിമ്പത്തോമൈമെറ്റിക് ഡ്രഗ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ഫിനൈൽ റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം ഒരു ഫിനൈൽ റിംഗ് ഉണ്ട്. ദെൻ ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, CH2CH2. ദെൻ ഓൺ അമൈൻ ഗ്രൂപ്പ് അല്ല, ഒരു NH2 ഗ്രൂപ്പ്, ഒരു അമൈൻ ഗ്രൂപ്പ്. ഇതാണ് ബേസിക്കായിട്ട് ഈ അമൈൻ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഒരു പ്രസൻസ് ഉണ്ടായതുകൊണ്ടാണ് സിമ്പത്തറ്റിക് അല്ലെങ്കിൽ സിമ്പത്തോമൈമെറ്റിക് അമൈൻസ് എന്നും പറയാറുണ്ട്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അമിനോ ഗ്രൂപ്പ്. ഓക്കെ, അപ്പം ഇതാണ് ബേസിക്കായിട്ട് ഉള്ള ഒരു സിമ്പത്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ, ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയത്തില്ലേ. ഓക്കെ, ഇതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, കാറ്റക്കോളമൈൻസ് ആൻഡ് നോൺ കാറ്റക്കോളമൈൻസ്. കാറ്റക്കോളമൈൻസ് എന്ന് പറയുമ്പം അതിൻ്റെ ആ ബെൻസീൻ റിങ്ങിൻ്റെ 3ഉം 4ഉം പൊസിഷന് എന്തുണ്ടാവും? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ കാറ്റക്കോൾ അമൈൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നോൺ കാറ്റക്കോളമൈൻസിനകത്ത് നിങ്ങൾക്ക് 3ഉം 4ഉം പൊസിഷനിൽ എന്ത് കാണാൻ കഴിയില്ല? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിനെ നോൺ കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാറ്റക്കോളമൈൻസിനെ തന്നെ എൻഡോജീനിയസും ഉണ്ട്, സിന്തറ്റിക്കും ഉണ്ട്. എൻഡോജീനിയസ് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്നത്, അതായത് നമ്മളെ ശരീരത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻഡോജീനസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോജീനസ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അതിന് ഏതൊക്കെയാണത്? എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ആൻഡ് ഡോപ്പമിൻ. ഓക്കെ, സിന്തറ്റിക് അതായത് നമ്മൾ വെളിയിൽ നിന്ന് കൊടുക്കുന്നത് അതേതാണ്? ഐസോപ്രോട്രിനോൾ അല്ലെങ്കിൽ ഐസോപ്രീനാലിൻ എന്നും പറയാറുണ്ട്, ഐസോപ്രോട്രിനോൾ എന്നും പറയാറുണ്ട്, പിന്നെ ഡോബ്യൂട്ടമിൻ. ഓക്കെ, ഇത് രണ്ടുമാണ് സിന്തറ്റിക് ആയിട്ടുള്ള, രണ്ടല്ല ഇതിലും കൂടുതലുണ്ട്. അടുത്ത നോൺ കാറ്റക്കോളമൈൻസ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആക്ടിങ്ങും ഡയറക്റ്റ് ആക്ടിങ്ങും ഉണ്ട്. ഇൻഡയറക്റ്റ് ആക്ടിങ് ആണെങ്കിൽ എഫിഡ്രിൻ, ഡയറക്റ്റ് ആക്ടിങ് ആണെങ്കിൽ ഫിനൈൽ എഫിഡ്രിൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോ സ്ട്രക്ചറും എടുത്ത് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ അഫിനിറ്റി കാര്യങ്ങൾ എന്നൊക്കെ.
സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു ഫീനെയിൽ ഈഥൈൽ അമൈൻ കാറ്റക്കോളം റിംഗ് ആണിത്. അപ്പോൾ കാറ്റക്കോളമൈൻ, അപ്പം ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഈ ആൽഫ പാർട്ടും ബീറ്റ പാർട്ടും ഉണ്ട്. ഇതാണ് ഇൻട്രിൻസിക് ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതിന് ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മളുടെ ഈഥൈൽ ഗ്രൂപ്പാണ്, ആൽഫയും ബീറ്റയും. അവിടെയാണ് നമുക്കിപ്പം എന്തെങ്കിലും ആൾട്ടറേഷൻ നമുക്ക് മറ്റേ കോംറ്റൊക്കെ ഇല്ലേ, കാറ്റക്കോളോമീഥൈൽ ട്രാൻസ്ഫറേസും അതിൻ്റെയൊക്കെ ഒരു മെറ്റബോളിസം ഒക്കെ നടക്കുന്നതും അത് ഡിഗ്രേഡ് ആയി പോണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ഈഥൈൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കാരണമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻട്രിൻസിക് ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അമൈൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അമൈൻ ഗ്രൂപ്പിൻ്റെ അളവ്, അതായത് അതിൻ്റെ അതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്ര അഫിനിറ്റി വേണം ഓരോ ആൽഫയ്ക്കകത്തോട്ടോ ബീറ്റയിലോട്ടോ എത്രത്തോളം അഫിനിറ്റി വേണം എന്ന് നിശ്ചയിക്കുന്നത് അമിനോ ഗ്രൂപ്പാണ്. ഓക്കെ, സോ ഡ്രഗ് വിത്ത് റിലേറ്റീവ്ലി ലെസ് അമിനോ ഗ്രൂപ്പ് ആണെങ്കിൽ, അമിനോ ഗ്രൂപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ ദേ ഹാവ് മോർ അഫിനിറ്റി ടു ബൈൻഡ് വിത്ത് ആൽഫ 1 ആൻഡ് ബീറ്റ 1. ഓക്കെ, ആൽഫ 1ലോട്ടും ബീറ്റ 1ലോട്ടും ബൈൻഡ് ചെയ്യാനായിരിക്കും അതിന് അഫിനിറ്റി കൂടുതൽ. അതേസമയം അമിനോ ഗ്രൂപ്പിൻ്റെ അവിടെ കുറച്ചും കൂടെ ഹെവിയാണ്, അതായത് അമിനോ ഗ്രൂപ്പ് ആഡഡ് വിത്ത് സോ മെനി അതർ മീഥൈൽ ഗ്രൂപ്പ് ഓർ മോർ അമിനോ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് കുറേ അമിനോ ഗ്രൂപ്പോ വേറെ അമിനോ ഗ്രൂപ്പോ അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പോ ഈഥൈൽ ഗ്രൂപ്പോ ഒക്കെ അറ്റാച്ച് ചെയ്തൊരു ബൾക്കി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ കാണുന്നതെങ്കിൽ ദേ ഹാവ് മോർ അഫിനിറ്റി ടു അറ്റാച്ച് ടു ബീറ്റ 2 റിസപ്റ്റേഴ്സ്, അതായത് ബീറ്റ 2 റിസപ്റ്ററിലോട്ടായിരിക്കും അതിന് കൂടുതൽ അഫിനിറ്റി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പിക്ചർ വെച്ചാൽ നമുക്ക് നോക്കാം, അടുത്തൊരു പിക്ചർ ഇടുമ്പോൾ മനസ്സിലാവും. സോ ഇത് ആൾറെഡി ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ബൈ hydroxyl at 3 and 4th carbon atom in the benzene ring will produce the group catecholamines. Example, ephedrine, norepinephrine, isopropanol, dopamine, etc. Further substitution or removal of hydroxyl among the different carbon atom will alter the characteristic of succeeding drugs. അപ്പം ആ ഒരു ഹൈഡ്രോക്സിലിൻ്റെ ആൾട്രേഷനോ അതിനകത്ത് എന്തെങ്കിലും റിമൂവലോ ഒക്കെ ചെയ്യുമ്പോഴാണ് നോൺ കാറ്റക്കോളമൈൻസ് ഉണ്ടാവുന്നത്. സോ ഫിനൈൽ എഫിഡ്രിൻ, മീതോക്സമൈൻ, എഫിഡ്രിൻ, ആംഫിറ്റമിൻ ഇതെല്ലാം നോൺ കാറ്റക്കോളമൈൻസ് ആണ്. ഇവിടെ നോക്കിക്കേ, ഞാൻ ഒന്ന് ഇതിൻ്റെ ഒരു ബൈൻഡിങ് ആക്ടിവിറ്റിയെക്കുറിച്ചൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്മളുടെ കാറ്റക്കോൾ റിങ്, അതായത് ഫിനൈൽ ഈഥൈൽ അമൈൻ നോക്കിക്കേ. അപ്പം ആ ഒരു ഫിനൈൽ റിങ് ഈഥൈൽ അമൈൻ. ഓക്കെ, നമുക്കതിനെ വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കിക്കുക, ഞാൻ ഇപ്പുറത്തോട്ട് ചെറുതായിട്ടൊരു വട്ടമൊക്കെ ഇട്ട് വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഒരു ഫിനൈൽ റിങ്, ഒരു വട്ടം, പിന്നെ 2 കൊമ്പ് പോലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, പിന്നെ കാർബോക്സിൽ ഈഥൈൽ ഗ്രൂപ്പായിട്ട് 2 വട്ടം, പിന്നെ ഒരു അമിനോ ഗ്രൂപ്പ്. കണ്ടോ, അതിൻ്റെ സൈഡിലോട്ട് ഞാൻ കൊടുത്തേക്കുന്ന ഒരു അമിനോ ഗ്രൂപ്പായിട്ടൊരു ട്രയാങ്കിൾ ഇട്ടേക്കുന്നത്. നമുക്കിപ്പോൾ അങ്ങനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം നമ്മളുടെ ഡ്രഗിനെ. ഓക്കെ, ഇപ്പം നമ്മളെ ഡ്രഗ് അങ്ങനെ ആയിട്ട്, അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുത്ത് നമുക്ക് എങ്ങനെ ആയിരിക്കും അവിടെ ബൈൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളുക, എപ്പോഴും ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളപ്പോഴാണ് അത് നന്നായിട്ട് ബൈൻഡ് ചെയ്യും, നമ്മളെ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇപ്പുറത്തെ ഒരു പിക്ചറിനകത്ത് ഒരു ആൽഫ 1 റിസപ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ ഇട്ടേക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഞാൻ വരച്ചേക്കുന്ന, അതായത് ആ വട്ടവും 2 കൊമ്പും ഒരു പുട്ടുവിനെ പൊളിച്ചിരിക്കുന്ന സാധനം കണ്ടില്ലേ, അതിനെ കൊണ്ട് അവിടെ വെച്ച്, അതായത് നമ്മളെ ഡ്രഗിനെ കൊണ്ട് അവിടെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ ബൈൻഡ് ചെയ്യാൻ, അതായത് 3ഉം 4ലും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളത് കറക്റ്റായിട്ട് ആ റിസപ്റ്ററിൽ ബൈൻഡ് ആവുന്നുണ്ടല്ലേ. അപ്പം അങ്ങനെ ബൈൻഡ് ആകുമ്പോൾ എന്തുണ്ടാവും, സ്ട്രോങ് ആയിട്ടൊരു ഹൈഡ്രോക്സിൽ ബൈൻഡിങ്, ആ ഒരു ബൈൻഡിങ് അവിടെ കിട്ടുകയും, അതായത് ടൈറ്റായിട്ട് അവിടെ ബൗണ്ട് ചെയ്യുകയും, അതുകൊണ്ട് എന്തായാലും ഡയറക്റ്റ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ആ ഡ്രഗ് ആ റിസപ്റ്ററിൽ ഡയറക്റ്റായിട്ട് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അത് പൊട്ടൻ്റ് ആക്ഷനും ആയിരിക്കും, അതായത് നല്ല പൊട്ടൻസി കൂടുതലുള്ള ഡ്രഗും ആയിരിക്കും. ഓക്കെ, അതേസമയം ഇപ്പം ഈ 3ഉം 4ലും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പകരം ഒരിടത്തേ ഉള്ളൂ എന്ന് വെച്ചോ, ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പേ ഉള്ളൂ എന്ന് വെച്ചോ, അപ്പോൾ അതെങ്ങനെ ആയിരിക്കും, ലൂസായിരിക്കും അല്ലേ, നന്നായിട്ട് ഫിറ്റായിട്ടിരിക്കില്ല, കുറച്ച് ലൂസായിരിക്കും അല്ലേ. അപ്പം അത്രയും പൊട്ടൻസി കുറവായിരിക്കും. ഓക്കെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ
അളവ് പക്ഷേ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം എന്തുണ്ടാവും, അതിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ആൾട്രേഷൻ കാരണം എന്തുണ്ടാവും, പൊട്ടൻസി കുറയും. ഇപ്പം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അവിടെ ഇല്ലയെന്ന് വെച്ചോ, ഈ 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും അവിടെ ഇല്ല, ആ OH ഗ്രൂപ്പ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ റിസപ്റ്ററിൽ അവിടെ വന്ന് ബൈൻഡ് ചെയ്യും. പക്ഷേ ആ 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ബൈൻഡ് ചെയ്യേണ്ട ആ ഒരു റിസപ്റ്റർ സൈറ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കുക അല്ലേ, അവിടെ കറക്റ്റായിട്ട് അത് ബൈൻഡ് ചെയ്യില്ല. അപ്പോൾ എന്തോ ലൂസിലാണ് അല്ലേ, അവിടെ ചെന്ന് ബൈൻഡ് ചെയ്യും, പക്ഷെ അത് ലൂസായിട്ടാണ് ബൈൻഡ്. അപ്പം ഒരു അഗോണിസ്റ്റിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും അളവ് അങ്ങോട്ട് കൂടുമ്പോൾ എന്ത് സമയം അത് ലൂസായിട്ട് അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഡ്രഗിന് എന്തായിരിക്കും, പൊട്ടൻസി തീരെ കുറവായിരിക്കും. ഓക്കെ, സോ ഇഫ് ദ ഡ്രഗ് ഹാസ് 3-4 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മീൻസ് they are more potent. Okay, if there is only 3 in the 3 position only ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ലെസ് പൊട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. Means potency of a drug is determined by the hydroxylation present on 3 and 4th പൊസിഷൻ. ഓക്കെ, 3 and 4th പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസിലാണ് നമ്മൾ പൊട്ടൻസി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായ പിക്ചറിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് ആ ബെൻസീൻ റിങ്ങിൽ 2 ഹൈഡ്രോക്സിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ആ പുഴു പോലെ ഇരിക്കുന്നത്. അപ്പോൾ ആ കറക്റ്റായിട്ട് ആ റിസപ്റ്ററിൻ്റെ ആ ഒരു സോക്കറ്റിനകത്തോട്ട് ആ ഹൈഡ്രോക്സിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോക്കേണ്ടത് നമ്മളുടെ അമിനോ ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രഗ് വിത്ത് റിലേറ്റീവ്ലി ലെസ് അമിനോ ഗ്രൂപ്പ് ഹാവ് ദ ടെൻഡൻസി ടു ബൈൻഡ് വിത്ത് ആൽഫ-1 ആൻഡ് ബീറ്റ-1. ഓക്കെ, അപ്പം ആൽഫ-1ഉം ബീറ്റ-1ലോട്ടും ബൈൻഡ് ചെയ്യുന്നത് ലെസ്സായിട്ടുള്ള അമിനോ ഗ്രൂപ്പുള്ള ഡ്രഗ്സിനായിരിക്കും കൂടുതൽ ടെൻഡൻസി ആൽഫ-1ലും ബീറ്റ-1ലും ബൈൻഡ് ചെയ്യാനായിട്ട്. അതേസമയം ഡ്രഗ്സ് വിത്ത് മോർ ഓർ ഹെവി അമിനോ ഗ്രൂപ്പ് ഹാവ് ദ ടെൻഡൻസി ടു ബൈൻഡ് വിത്ത് ബീറ്റ-1 അല്ലെങ്കിൽ ബീറ്റ-2 റിസപ്റ്റേഴ്സ്. ഓക്കെ, ആൻഡ് ദേ ഹാവ് ലെസ് ടെൻഡൻസി ടു ബൈൻഡ് വിത്ത് ആൽഫ-1. അപ്പം എപ്പോഴും ഈ അമിനോ ഗ്രൂപ്പിൻ്റെ അവിടെ കൂടുതലായിട്ടുള്ള ആ അമിനോ ഭാഗത്ത് കൂടുതലായിട്ട് ഈഥൈൽ ഗ്രൂപ്പ് അങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സിന് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ള ഹെവി ആയിട്ടുള്ള അങ്ങനെയുള്ളതിന് കൂടുതലായിട്ടും ബീറ്റ-1ലോട്ടോ ബീറ്റ-2ലോട്ടോ ആയിരിക്കും അഫിനിറ്റി കൂടുതൽ. അതേസമയം ലെസ്സായിട്ടായിരിക്കും എങ്ങോട്ട് അഫിനിറ്റി ഉള്ളത്, ആൽഫ-1ലോട്ട് അഫിനിറ്റി ഉള്ളത്. So ideal drug which bind with all the receptors are epinephrine, norepinephrine, isoprenalin. ഈ ഡ്രഗ്സ് എല്ലാം എല്ലാ റിസപ്റ്റേഴ്സുമായിട്ടും ബൈൻഡ് ചെയ്യും, പക്ഷേ അതിനൊക്കെ കുറച്ച് അഫിനിറ്റീസും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നോക്കിക്കുക. ആദ്യത്തെ നോറെപ്പിനെഫ്രിൻ അമൈൻ ഗ്രൂപ്പ് വളരെ കുറവല്ല, ഒരൊറ്റ അമൈനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ അഫിനിറ്റി എങ്ങോട്ട് പോകാനായിരിക്കും, ആൽഫ-1ലോട്ടും ബീറ്റ-1ലും. പെർഫെക്റ്റ് ആയിട്ട് എന്നാണ് ഞാൻ ആ റിസപ്റ്റർ അവിടെ വരച്ചിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആൽഫ-1ലും ബീറ്റ-1ലോട്ടും ബൈൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അതിന് ആ റിസപ്റ്റേഴ്സ് ആ ഒരു രീതിയിലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ചെന്ന് ബൈൻഡ് ചെയ്തോളും. അടുത്ത നോക്കിക്കേ, എപ്പിനെഫ്രിന് ബോത്ത് ആൽഫ-1 ബീറ്റ-1 ബീറ്റ-2. അപ്പം ഇതിന് മൂന്നിൽ നന്നായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ഒരു അഫിനിറ്റി ഉള്ളതാണ് എന്ത്, എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. അടുത്ത ഐസോപ്രീനാലിനാണെങ്കിൽ യു ക്യാൻ സീ സം ഹെവിനെസ് ഇൻ ദ അമിനോ ഗ്രൂപ്പിൻ്റെ സൈഡിൽ കുറച്ച് ഹെവി ആയിട്ട് ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ബീറ്റ-1ഉം ബീറ്റ-2ലോട്ടും ആയിരിക്കും കൂടുതൽ അഫിനിറ്റി ഉണ്ടാവും. അമിനോ ഗ്രൂപ്പിൻ്റെ പ്രസൻസാണ് അഫിനിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു അമിനോ ഗ്രൂപ്പിൻ്റെ അവിടുത്തുള്ള ഹെവിനെസ്. അപ്പം ആ ഐസോപ്രിനാലിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാം ഇറ്റ്സ് ഹെവി. സോ അതിന് കൂടുതലായിട്ടും എങ്ങോട്ടായിരിക്കും അഫിനിറ്റി കൂടുതൽ, ബീറ്റ-1ലോട്ടും ബീറ്റ-2ലോട്ടും ആയിരിക്കും. പിന്നെ ഹൈ ഡോസിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഐസോപ്രിനാലിൻ നമ്മൾ ഹൈ ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് സം അഫിനിറ്റി ടു ആൽഫ-1 റിസപ്റ്റേഴ്സ് ആൾസോ. അപ്പം കുറച്ച് അഫിനിറ്റി എങ്ങോട്ടും ഉണ്ടാവും, ആൽഫ-1 റിസപ്റ്റേഴ്സിലും ഉണ്ടാകും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സാൽബ്യൂട്ടമോളോ ടെർബ്യൂട്ടാലിനോ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രഗ്സ് എടുത്തോളെന്ന് വെച്ചോ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക, അതിനും അമിനോ ആസിഡ്സിൻ്റെ സൈഡ് ഹെവിയാണ്, വളരെ ഹെവിയാണ്. സോ ദേ ഹാവ് ദ അഫിനിറ്റി ടു ബീറ്റ-2 റിസപ്റ്റേഴ്സ് ഉള്ളി. അത് കൂടുതൽ എങ്ങോട്ടാണ്, അതിന് നല്ല അഫിനിറ്റി എങ്ങോട്ടായിരിക്കും തോന്നുക, ബീറ്റ-2ലോട്ടായിരിക്കും തോന്നുക. കാരണം ബീറ്റ-2വിൻ്റെ റിസപ്റ്റേഴ്സും അതുപോലെയാണ്. ദേ ഹാവ് ദ ബൈൻഡിങ് സൈറ്റ്സ് ഫോർ ദീസ് ഡ്രഗ്സ്. അപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനത്തുള്ള ഡ്രഗ്സിന്, അതായത് അമിനോ ഗ്രൂപ്പ് അവിടെ ഹെവി ആയിട്ടുള്ള ആ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഏറെ എന്തെങ്കിലും ബൈൻഡിങ്, നിങ്ങൾക്ക് ഞാൻ അവിടെ ടെർബ്യൂട്ടാലിൻ്റെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാം അമിനോ ഗ്രൂപ്പിൻ്റെ അവിടെ യു ക്യാൻ സീ സം
മീഡിയൽ ഗ്രൂപ്പിൻ്റെ കുറേ അറ്റാച്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാം. അപ്പം അങ്ങനെ ഒരു ഹെവി ആയിട്ട് കാണുവാണെങ്കിൽ അതിന് കൂടുതലും എങ്ങോട്ടായിരിക്കും അഫിനിറ്റി ഉണ്ടാവുക? β2 റിസപ്റ്റേഴ്സിലോട്ടായിരിക്കും അഫിനിറ്റി ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ടെർബ്യൂട്ടാലിനും സാൽബ്യൂട്ടമോളും ഒക്കെ എവിടെ യൂസ് ചെയ്യുന്നത്? ആസ്മ പേഷ്യൻസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഹൈ ഡോസിലായിട്ട് ഇപ്പം സാൽബ്യൂട്ടമോളും ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഹൈ ഡോസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് അഫിനിറ്റി ടു β1 ആൾസോ. β1നും അഫിനിറ്റി വരും, α1ലെയും ചെറുതായിട്ട് അത് അഫിനിറ്റി കാണിക്കാൻ തുടങ്ങും ഹൈ ഡോസിൽ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ നോർമൽ ഡോസ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഹൈ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് സം എഫക്റ്റ് ഓൺ β1 ആൻഡ് ആൾസോ ഓൺ α1. ഓക്കെ, അപ്പോൾ അതൊക്കെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഓരോന്നിനും സൈഡ് എഫക്റ്റ് ആവുന്നതെന്ന്. നോക്കിക്കേ, നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമുക്ക് ആൾറെഡി അറിയാം α1 എവിടെയാണ്, β1 എവിടെയാണ്, β2 എവിടെയാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ഇപ്പോൾ ഒരു ആസ്മ പേഷ്യൻറ്റിന് വരികയാണ്. ഓക്കെ, ആസ്മ പേഷ്യൻറ്റ് അറിയാം ആസ്മയ്ക്ക് എന്താണ് ഉണ്ടാകുന്നത്? ബ്രോങ്കോ കൺസ്ട്രക്ഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റ് വരികയാണ്. അപ്പോൾ നിങ്ങൾ ആ പേഷ്യൻറ്റിന് ഇപ്പം എപ്പിനെഫ്രിൻ കൊടുത്തെന്ന് വെച്ചോ. കാരണം നിങ്ങൾക്കറിയാം എപ്പിനെഫ്രിന് α1ലും β1ലും β2ലും ആക്ഷൻ ഉണ്ട്. β2ൽ ആക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു കൺസിഡറേഷനിൽ നിങ്ങൾ എപ്പിനെഫ്രിൻ ആസ്മ പേഷ്യൻറ്റിന് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഓക്കെ, β2ൽ എന്ത് സംഭവിക്കും? ഡയലേഷൻ ഉണ്ടാവും അല്ലേ. ഡയലേഷൻ ഉണ്ടാകുമ്പോൾ നല്ല ബ്രോങ്കിയൽ ആ ഒരു സർക്കുലേഷൻ, അതായത് ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസ് ഡയലേറ്റ് ചെയ്യും, ഓക്സിജൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അത് ഓക്കെയാണ്. വാട്ട് അബൌട്ട് β1 ആൻഡ് α1? α1ലും β1ലും സെയിം ആക്ഷൻ ഉണ്ടാവും അല്ലേ, സ്റ്റിമുലേഷൻ ഉണ്ടാവും. സോ വാട്ട് വിൽ ഹാപ്പൻ? β1 ആക്ഷൻ എന്താണ്? ടക്കികാർഡിയ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മൾ എപ്പിനെഫ്രിൻ കൊടുത്താൽ എന്ത് സംഭവിക്കും? β1 സ്റ്റിമുലേഷൻ വിൽ കോസ് ടക്കികാർഡിയ. α1 ആക്ഷൻ എന്താ ഉണ്ടാക്കുക? വാസോ കൺസ്ട്രിക്ഷൻ അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? വാസോ കൺസ്ട്രിക്ഷൻ നടന്നാൽ എന്ത് സംഭവിക്കും? അതായത് ബ്ലഡ് വെസൽസ് എല്ലാം കൺസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ BP ഇൻക്രീസ് ചെയ്യും, നമ്മളുടെ ഹൈപ്പർ ടെൻഷൻ അതായത് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ആസ്മ പേഷ്യൻ്റ് എന്ത് കൊടുക്കാൻ പാടില്ല? എപ്പിനെഫ്രിൻ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ കൊടുക്കാൻ പാടില്ലാത്തത്. ഓക്കെ, അപ്പോൾ അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. എപ്പിനെഫ്രിൻ യു ഷുഡ് നോട്ട് ഗിവ് ടു ഇങ്ങനെയുള്ള പേഷ്യൻറ്റ്, ആസ്മ പേഷ്യൻറ്റിന് കൊടുക്കാൻ പാടില്ല. അടുത്ത ഇഫ് യു ആർ ഗിവിങ് അടുത്ത ഐസോപ്രീനാലിൻ. ഓക്കെ, ഐസോപ്രീനാലിൻ നോക്കിക്കേ, β1 ആക്ഷനും β2 ആക്ഷനും സ്മാൾ α1 ആണ്. അതായത് ഇപ്പോൾ ഐസോപ്രീനാലിൻ ഹൈ ഡോസ് കൊടുത്താൽ മാത്രമേ α1ൽ ആക്ഷൻ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം β1ഉം β2 ആക്ഷൻ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഐസോപ്രീനാലിൻ കൊടുത്താൽ എന്ത് സംഭവിക്കും? ആസ് യൂഷ്വൽ β2ന് എന്തുണ്ടാവും? ബ്രോങ്കോ ഡയലേഷൻ, നല്ല ബ്രോങ്കിയോൾസ് ഒക്കെ അങ്ങോട്ട് ഡയലേറ്റ് ചെയ്യും. പക്ഷേ β1 ആക്ഷൻ കാരണം എന്തുണ്ടാവും? ടക്കികാർഡിയ ഉണ്ടാകും. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? ഐസോപ്രീനാലിനും കൊടുക്കാൻ പറ്റില്ല. ദെൻ വി ഹാവ് ഏത് ഡ്രഗ് ഉണ്ട്? നമുക്ക് സാൽബ്യൂട്ടമോൾ അല്ലെങ്കിൽ ടെർബ്യൂട്ടാലിൻ, സാൽബ്യൂട്ടമോൾ, ഈ ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡ്രഗ്സിന് കൂടുതൽ അഫിനിറ്റി എങ്ങോട്ടാണ്? β2ലോട്ട് മാത്രമാണ്. ഓക്കെ, β2ലോട്ട് മാത്രം അഫിനിറ്റി ഉണ്ടായതുകൊണ്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ വെരി ലിറ്റിൽ β1 ആക്ഷൻ, ചെറിയ β1 ആക്ഷനേ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ഡ്രഗ്സിന്. ഓക്കെ, ഈ ഒരു ആ റിസപ്റ്റേഴ്സിൽ β2 റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ β1 റിസപ്റ്റേഴ്സിനകത്തോട്ട് ഈ സാൽബ്യൂട്ടമോളിൻ്റെയും ടെർബ്യൂട്ടാലിൻ്റെയൊക്കെ ഒരു അഫിനിറ്റി എന്ന് പറയുന്നത് β2ലോട്ടായിരിക്കും അത് കൂടുതൽ. എനിക്ക് കുറേ കറക്റ്റായിട്ട് ആ സ്ലോട്ടിൽ വീഴാനുള്ള ചാൻസ് ഉള്ളത് കൂടുതലും β2ലാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും β2ൽ പോവും. പിന്നെ കുറച്ചും കൂടെ ഡോസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ β1ലും കൂടെ ചെന്ന് β1 റിസപ്റ്റേഴ്സിലും ചെന്ന് ബൈൻഡ് ചെയ്യും ഈ സാൽബ്യൂട്ടമോളും ടെർബ്യൂട്ടാലിന്. ഓക്കെ, അപ്പം സാധാരണ ഡയലേറ്റ് ബ്രോങ്കിയോൾ ആൻഡ് ഇഫ് യു ഇൻക്രീസ് ദ ഡോസ് there will be some cardiac problem. ഓക്കെ, ഹാർട്ട് പ്രോബ്ലംസ്, അതായത് ചെറുതായിട്ട് ടക്കികാർഡിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഡോസ് ഇൻക്രീസ് ചെയ്താൽ മാത്രം. ഓക്കെ, ഇൻ ആസ്മ പേഷ്യൻസ് സാൽബ്യൂട്ടമോളിൻ്റെയും ടെർബ്യൂട്ടാലിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. ഓക്കെ, ഇഫ് യു ഇൻക്രീസ് ദ സാൽബ്യൂട്ടമോൾ ഓർ ടെർബ്യൂട്ടാലിൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രഗ്സിൻ്റെ β2 എഗോണിസ്റ്റ് ഡ്രഗ്സിൻ്റെ ഡോസ് ഇൻക്രീസ് ചെയ്താൽ ദർ വിൽ ബി ടക്കികാർഡിയ അല്ലെങ്കിൽ കാർഡിയാക് ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം നമ്മൾ പറയുകയാണ് ഈ സെയിം ആസ്മ പേഷ്യൻ്റെ കാര്യം തന്നെയാണ്. ആസ്മ പേഷ്യൻറ്റിന് നമ്മൾ എന്താ കൊടുക്കുക? β2 കൊടുക്കണം. അപ്പോൾ β2 റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗായ സാൽബ്യൂട്ടമോളും
ടെർബ്യൂട്ടാലിനും കൊടുക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഈ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ബീറ്റ-2 എവിടെയൊക്കെയുണ്ട് ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസിൽ മാത്രമല്ലല്ലോ ഉള്ളത് അല്ലേ. ബീറ്റ-2 വേറെയും കുറേ ഭാഗത്തുണ്ടല്ലേ നമ്മളെ ശരീരത്തിൽ അല്ലേ. ഇറ്റ് ഗോസ് ടു ലിവർ, നമ്മളെ ലിവറിലുണ്ട്. അതുപോലെ തന്നെ വേറെ എവിടെയുണ്ട്, മസിൽസിലൊക്കെ കുറച്ചൊക്കെ ഉണ്ട് ബീറ്റ-2 റിസപ്റ്റേഴ്സ്. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെയും പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. കുറച്ച് നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പോയി സ്റ്റിമുലേഷൻ ഉണ്ടാക്കി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മളുടെ ബ്രോങ്കസിൽ പോകുമ്പം കറക്റ്റായിട്ട് ഡയലേഷൻ നടക്കും. ഓക്കെ, ലിവറിൽ പോയാൽ എന്ത് സംഭവിക്കും, ഇഫ് ഇറ്റ് ഗോസ് ടു ലിവറിൽ നമ്മൾ എന്തുണ്ട്, ബീറ്റ-2 റിസപ്റ്റേഴ്സ് ഉണ്ട്. കോസ് ദ റിലീസ് ഓഫ് ഗ്ലൂക്കോസിൻ്റെ റിലീസ് ഉണ്ടാവും, അതായത് ഗ്ലൈക്കോജീനോലൈസിസ് നടക്കും. സോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പം മസിൽസിൻ്റെ കേസിലാണെങ്കിൽ മസിൽസിനകത്തുള്ള ബീറ്റ-2 റിസപ്റ്റേഴ്സിനെ അങ്ങോട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ട്രെമേഴ്സ് ഉണ്ടാവും, അതായത് ഇങ്ങനെ വിറയ്ക്കുക. ഓക്കെ, ആ വിറയൽ പോലെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാം, ഇങ്ങനെ ഈ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയും ഈ ട്രെമറും ഒക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും. ഇഫ് യു ആർ ഗിവിങ് ബീറ്റ-2 നമ്മൾ ഓറലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്കിതെങ്ങനെ അവോയ്ഡ് ചെയ്യാം. ഇഫ് യു ആർ ഗിവിങ് ഡ്രഗ് ടു എ ആസ്മ പേഷ്യൻറ്റ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, ത്രൂ ഇൻഹലേഷൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻഹലേഷൻ വഴി കൊടുക്കുന്നത്. സോ ദാറ്റ് ദ ഡ്രഗ് ഗെറ്റ് ഡിപ്പോസിറ്റഡ് വെയർ ഇറ്റ് ഈസ് നീഡഡ്. നമുക്ക് എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ പോയി ഈ ഡ്രഗ് ഡിപ്പോസിറ്റ് ചെയ്യും. സോ ദാറ്റ് വെരി ലിറ്റിൽ ഓൺലി ഗോ ടു ദ സിസ്റ്റമിക് സർക്കുലേഷൻ. സോ അതുകൊണ്ട് കുറച്ച് എന്തുണ്ടാവുള്ളൂ, ഹൈപ്പർ ഗ്ലൈസീമിയോ ട്രെമറോ അല്ലെങ്കിൽ മറ്റുള്ള സൈഡ് എഫക്ട്സ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് സാൽബ്യൂട്ടമോൾ ഇൻഹലേഷൻ രീതിയിൽ കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓർത്തോളുക, നമ്മളുടെ ബീറ്റ-2 റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗാണ് സാൽബ്യൂട്ടമോൾ, ടെർബ്യൂട്ടാലിൻ എന്ന് പറഞ്ഞ ഡ്രഗ്സ് എല്ലാം. ഓക്കെ, അത് നമ്മൾ ഓറലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് നോട്ട് ഓൺലി ആക്ടിങ് ഓൺ ബീറ്റ-2 റിസപ്റ്റേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ലങ്സ്, ഇറ്റ് ആൾസോ അഫക്ട്സ് അതർ ബീറ്റ-2 റിസപ്റ്റേഴ്സ് പ്രസൻറ്റ് ഇൻ അവർ ലിവർ, മേ ബി സം റിസപ്റ്റേഴ്സ് ഇൻ ദ സ്മൂത്ത് മസിൽസിലും കുറച്ച് ബീറ്റ-2 റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ റിസപ്റ്റേഴ്സിനെ എല്ലാം എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന സൈഡ് എഫക്ട്സും ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ട്രെമേഴ്സും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബീറ്റ-2 ഈ സാൽബ്യൂട്ടമോളും ടെർബ്യൂട്ടാലിനൊക്കെ മോസ്റ്റ്ലി നമ്മൾ ഇൻഹലേഷനായിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇൻഹലേഷനായിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് നമ്മൾ ബ്രോങ്കിയോൾസിലോട്ടാണ് പോകുന്നത്, അവിടെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തോളും. സോ കറക്റ്റായിട്ട് നമുക്ക് ബ്രോങ്കിയോൾ ഡയലേഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ ഒരു സൈഡ് എഫക്റ്റിനെ ഓവർകം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സെലക്റ്റീവ്. മെജോറിറ്റി ഓഫ് ദി ഡ്രഗ്സ് ആർ സെലക്റ്റീവ്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതാണ് സെലക്റ്റീവാണ്. കാരണം ഈ ഡ്രഗ് ഇന്ന ഭാഗത്തെ ആൽഫ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഏത് ഡ്രഗ്സ് എപ്പിനെഫ്രിനോ നോറെപ്പിനെഫ്രിനൊക്കെ ആൽഫയിലോട്ടാണ് കൂടുതലും സെലക്റ്റീവ് ആയിട്ടുള്ളത് അല്ലേ. അപ്പം മെജോറിറ്റി ഓഫ് ദ ഡ്രഗ്സ് ആർ സെലക്റ്റീവ്, വിൽ പ്രിഫറൻഷ്യലി ബൈൻഡ് ടു എ സ്പെസിഫിക് റിസെപ്റ്റർ, ബട്ട് ആസ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ദ അതർ വിൽ ആൾസോ ബി സ്റ്റിമുലേറ്റഡ്. അപ്പം കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ബീറ്റ-2 ഡ്രഗ്സിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ആൾസോ ബൈൻഡ് ടു ആൽഫ 1 റിസെപ്റ്റർ. ഓക്കെ, ഇപ്പം നമ്മൾ എപ്പിനെഫ്രിൻ്റെയോ ഐസോപ്രിനാലിൻ്റെയോ ഇതങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇത് മറ്റുള്ള റിസപ്റ്റേഴ്സിലും ബൈൻഡ് ചെയ്യും. പക്ഷേ അതിന് സെലക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, കറക്റ്റ് അളവിന് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസപ്റ്റേഴ്സിൽ മാത്രമേ അതിൽ നിന്ന് ബൈൻഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഫിനൈലെപ്രിൻ എപ്പിനെഫ്രിൻ ഈസ് സെലക്റ്റീവ് ആൽഫ 1 agonist. If given at higher doses, it may eventually stimulate alpha 2 and even beta receptors at toxic doses. Okay. സോ ഡിഫറെൻറ്റ് കാറ്റക്കോളമൈൻസ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ ആ ഒരു പ്രസൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഈ പിക്ചർ ഇട്ടത്. 3ഉം 4ഉം പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള നോറെപ്പിനെഫ്രിൻ ആൻഡ് എപ്പിനെഫ്രിൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു ഈഥൈൽ ഗ്രൂപ്പും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എപ്പിനെഫ്രിൻ കിട്ടും. ദെൻ ഐസോപ്രീനാലിൻ ഓർ ഐസോപ്രോട്ടിറിനോൾ. അടുത്തത് ഡോപ്പമിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സെയിം ഈ നോറെപ്പിനെഫ്രിൻ്റെ അതേ ഒരു സ്ട്രക്ചറാണ്, ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ മിക്സിങ് മാത്രമേ ഉണ്ടാവുള്ളൂ ഡോപ്പമിനകത്ത്. ഓക്കെ, നിങ്ങളുടെ ബീറ്റ പൊസിഷനകത്തുള്ള കാർബൺ ആറ്റത്തിനകത്ത് എന്തുണ്ടാകത്തില്ല, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മിസ്സിങ് ആയിരിക്കും. ഓക്കെ, ഡോപ്പമിനകത്ത്.
എനിക്കൊന്ന് നിങ്ങളിത് കൂടുതലും കെമിസ്ട്രി നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം അത് നോക്കി വെക്കുക. നോക്കിയാൽ നോൺ കാറ്റക്കോളമൈൻസ്, നമുക്ക് കാറ്റക്കോളമൈൻസിന് 2 ചെവിയുണ്ടെന്ന് ആലോചിച്ചോ അല്ലേ? 2 ചെവിയുണ്ട്. ആ 2 ചെവിയും കറക്റ്റായിട്ട് എന്ന് ആ റിസപ്റ്റേഴ്സിനകത്തോട്ട് ബൈൻഡ് ചെയ്ത് നല്ല ഫിറ്റായിട്ട് അവിടെ ഇരുന്നോളും. ചെവി ഇല്ലെങ്കിലോ ഫിറ്റായിട്ട് അവിടെ ഇരിക്കത്തില്ല, ഉരിഞ്ഞ് പോരും അല്ലേ? അപ്പോൾ നോൺ കാറ്റക്കോളമൈൻസിന് എന്തില്ല, ചെവി ഇല്ലയെന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ എന്താ, പൊട്ടൻസിയും കുറവായിരിക്കും. കാരണം അവിടെ ചെന്ന് ബൈൻഡ് ചെയ്ത് അതങ്ങ് ഈസി ആയിട്ട് നമുക്ക് ലൂസ്ലി ബൈൻഡാണ്, അത് നന്നായിട്ട് ആ ഹൈഡ്രോക്സിൽ ബൈൻഡിങ് അവിടെ ഇല്ല. സോ പൊട്ടൻസിയും കുറവായിരിക്കും എന്ത്, നോൺ കാറ്റക്കോളമൈൻസിന്. സോ ഇവിടെ കാറ്റക്കോളമൈൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കാറ്റക്കോളമൈൻസ് എപ്പോഴും മാക്സിമം ആൽഫ ബീറ്റ ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രഗ്സ് ആയിരിക്കും എപ്പോഴും എന്ത്, കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ആൽഫയ്ക്കും ബീറ്റയ്ക്കും നമുക്ക് അഫിനിറ്റി ഉള്ള ഡ്രഗ്സാണ് കാറ്റക്കോളമൈൻ. ബട്ട് ദേ ഗെറ്റ് ഇനാക്ടിവേറ്റഡ് ബൈ കോംറ്റ്. അത് ഞാൻ പറഞ്ഞു, കോംറ്റ് കാറ്റക്കോൾ ഓ മീഥൈൽ ട്രാൻസ്ഫറേസ് കാരണമാണ് എക്സ്പെഷ്യലി കാറ്റക്കോളമൈൻസ് അത് ഇനാക്ടിവേറ്റ് ആയി പോകുന്നത്. ഓക്കെ, സോ ഈ കോംറ്റ് മോസ്റ്റ്ലി എവിടെയാണ് കാണുന്നത്, ഫൗണ്ട് ഇൻ ഗട്ട് ആൻഡ് ലിവർ. സോ ഡസ് നോട്ട് അലൗ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനോ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എപ്പിനെഫ്രിനോ നോറെപ്പിനെഫ്രിനോ നമുക്ക് ഓറലായിട്ട് കൊടുക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് ഗട്ടിൽ അബ്സോർബ് ആകില്ല. രണ്ടാമത്തെ കാര്യം, അത് നമ്മൾ ശരീരത്തോട്ട് കൊടുത്താൽ തന്നെ അതെന്ത് സംഭവിക്കും, ഡ്യൂ ടു കാറ്റക്കോൾ ഓ മീഥൈൽ ട്രാൻസ്ഫറേസ് കാരണം അത് ഇനാക്ടിവേറ്റ് ആയി പോകും, അത് ഡിസ്ട്രക്റ്റ് ആയി പോകും. കാരണം ആ ഒരു ട്രാൻസ്ഫറിങ് പ്രോസസ്സ് ആണ്. ഓക്സൈൽ OH ഗ്രൂപ്പിനെ എന്തായിട്ട് മീഥൈൽ ഗ്രൂപ്പായിട്ട് അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്ത് സംഭവിക്കും, അത് ഇനാക്ടിവേറ്റ് ആയി പോകും. സോ നമുക്ക് ഒരിക്കലും കാറ്റക്കോളമൈൻസ് എന്തായിട്ട് കൊടുക്കാൻ പറ്റില്ല, ഓറലായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇഫ് ദർ ഈസ് ദ ആബ്സെൻസ് ഓഫ് വൺ ഓർ ബോത്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓൺ ഫിനൈൽ റിംഗ്. ഇപ്പോൾ നമ്മളെ ആ ഫിനൈൽ റിംഗ് ഇല്ലേ, കാറ്റക്കോളാർ റിംഗ്, ആ ഫിനൈൽ റിങ്ങിനകത്ത് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പേ ഉള്ളൂ, അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒന്നും ഇല്ലെങ്കിൽ അതിന് എന്താ പറയുക, നോൺ കാറ്റക്കോളമൈൻസ് ആണ് പറയുക അല്ലേ? അപ്പം ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ദ ഡിക്രീസ്ഡ് സസ്പെക്റ്റബിലിറ്റി ടു കോംറ്റ്. വെച്ചാൽ കോംറ്റ് ഒന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. ഇപ്പോൾ ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഓഫ് കോഴ്സ് കോംറ്റ് ഒന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. അതുപോലെ തന്നെ കാരണം അതിന് ആ ട്രാൻസ്ഫർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ആ ഹൈഡ്രോക്സിലിനെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ മീഥൈലിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ അതിനൊന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. സോ ദർ ഈസ് എ ഡിക്രീസ് സസ്പെക്റ്റബിലിറ്റി ടു കോംറ്റ്. അതുപോലെ തന്നെ ഇൻക്രീസ് ബയോ അവൈലബിലിറ്റി ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ. അപ്പം ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ബയോ അവൈലബിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യും. ഓറലായിട്ട് കൊടുക്കുമ്പോൾ ബയോ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും ഇൻക്രീസ് ചെയ്യും. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഹാസ് ദ എൻട്രി ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനോട്ട് അതിന് എൻട്രിയും കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ല. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ അത് നോൺ പോളർ ആണ്, അത് ലിപ്പിഡ് സോളബിൾ ആണ്. സോ ഇറ്റ് ക്യാൻ ഡയറക്ട്ലി എൻ്റർ ഇൻ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ബൈ ക്രോസിങ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. എക്സാമ്പിൾ എന്താണ് നോൺ കാറ്റക്കോളമൈൻ്റെ, ആംഫിറ്റമിൻ, ഓക്കെ, ആംഫിറ്റമിൻ, ഫിനൈലെഫിറിൻ ഒക്കെ നമ്മളുടെ എന്താണ് നോൺ കാറ്റക്കോൾ അമൈൻസ്. സോ നോക്കിക്കേ, ഇവിടെ എന്ന് വെച്ചാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ ഉണ്ടാവില്ല, 3ഉം 4ഉം പൊസിഷൻ എംറ്റി ആണ് നോൺ കാറ്റക്കോളമൈൻസിന് അല്ലേ? അപ്പം കോംറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് കാറ്റക്കോൾ ഓ മീഥൈൽ ട്രാൻസ്ഫറേസ് വന്നു കഴിഞ്ഞാൽ അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാറ്റി മീഥൈലിനെ ട്രാൻസ്ഫറേസ് ചെയ്യാനായിട്ട് ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ദേ ഓൺ ഗെറ്റ് ഇനാക്ടിവേറ്റ് ആകില്ല. ഓക്കെ, നോൺ കാറ്റക്കോളമൈൻസ്. അതുകൊണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷേ ഇത് അധികം പൊട്ടൻ്റ് ആയിരിക്കില്ല. ഈ ഡ്രഗ്സ് അധികം പൊട്ടൻ്റ് ഡ്രഗ് അല്ല. പൊട്ടൻ്റ് ഡ്രഗ് എപ്പോഴും കാറ്റക്കോളമൈൻസ് ആയിരിക്കും പൊട്ടൻ്റ് ഡ്രഗ്. അതായത് കറക്റ്റ് ആ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് നമുക്ക് ആ ആക്ഷൻ, ക്വിക്ക് ആക്ഷൻ തരുന്നത് എപ്പോഴും കാറ്റക്കോളമൈൻസ് ആയിരിക്കും. നോൺ കാറ്റക്കോളമൈൻസ് നോൺ പൊട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. പക്ഷേ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടുതൽ എന്തിനായിരിക്കും, നോൺ കാറ്റക്കോളമൈൻസിനായിരിക്കും.
ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ആൾട്ടറേഷൻ ഇൻ അമൈൻ സൈഡ് ചെയിൻ ഇൻക്രീസിങ് ദ സൈസ് ഓഫ് അമിനോ ഗ്രൂപ്പ് ടെൻ ടു ഇൻക്രീസ് ദ ബീറ്റ റിസപ്റ്റർ ആക്ടിവിറ്റി. ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. വിത്ത് കറസ്പോണ്ടിങ് ഡിക്രീസ്ഡ് ആൽഫ റിസപ്റ്റർ ആക്ടിവിറ്റി. അതായത് നോറെപ്പിനെഫ്രിൻ അതിനെക്കാട്ടി കുറച്ചും കൂടെ ആ ഒരു ആൽഫ റിസപ്റ്ററിലായിരിക്കും അതിൻ്റെ അഫിനിറ്റി കൂടുതൽ. പിന്നെ അതിൻ്റെ ആ ഒരു എപ്പിനെഫ്രിൻ, അതായത് ആ അമിൻ ഗ്രൂപ്പിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബീറ്റയിലോട്ടുള്ള ടെൻഡൻസി കൂടുതലായിട്ട് വരും. എപ്പിനെഫ്രിൻ, ദെൻ ഐസോപ്രോട്ടനോൾ അല്ലെങ്കിൽ ഐസോപ്രീനാലിൻ. ഓക്കെ, അങ്ങനെ ആ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഇത് പോകുന്നത്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ കാറ്റക്കോളമൈൻസ് ആൻഡ് നോൺ കാറ്റക്കോളമൈൻസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സെയിം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ 3 and 4 പൊസിഷൻ ആണെങ്കിൽ അത് കാറ്റക്കോളമൈൻസ്. നോൺ കാറ്റക്കോളമൈൻസ് ആണെങ്കിൽ 3 and 4 പൊസിഷൻസ്, നോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് സോളബിലിറ്റി കുറവായിരിക്കും, ഹൈലി ലിപ്പിഡ് സോളബിൾ ആയിരിക്കും നോൺ കാറ്റക്കോളമൈൻസ്. ലിപ്പിഡ് സോളബിലിറ്റി എന്താ കുറവെന്ന് പറയുന്നത്? കാറ്റക്കോളമൈൻസിൻ്റെ ലിപ്പിഡ് സോളബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, അതേസമയം നോൺ കാറ്റക്കോളമൈൻസിന് ലിപ്പിഡ് സോളബിൾ കൂടുതലായിരിക്കും. അതായത് ഈ കാറ്റക്കോളമൈൻസ് ആർ മോർ പോളാർ ഡ്രഗ്സ്. മോർ പോളാർ ആണ് ഇൻ ദ കാറ്റക്കോളമൈൻസ് ബിക്കോസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് അത് മോർ പോളാറാണ്, അതായത് വാട്ടർ ലവിങ് ആണ്, വാട്ടർ സോളുബിൾ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ് ദേ ആർ ലെസ് ലിപ്പിഡ് സോളുബിൾ. അതേസമയം നോൺ കാറ്റക്കോളമൈൻസിന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് എന്താണ്? അത് ഹൈലി ലിപ്പിഡ് സോളുബിൾ ആണ്, അത് നോൺ പോളാറാണ്. ഓക്കെ, ലെസ് പോളാറാണ്. സോ ഇറ്റ് ഈസ് ഹൈലി ലിപ്പിഡ് സോളുബിൾ. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഓറൽ അബ്സോർപ്ഷൻ കുറവാണ്. യു കാൺ സീ പിനെഫ്രിൻ അല്ലെങ്കിൽ ഐസോപ്രീനാലിനെല്ലാം നിങ്ങൾക്ക് ടാബ്ലറ്റ് ഫോമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് എപ്പോഴും ഇൻഫ്യൂഷനായിട്ട്, ഡോപ്പമിനൊക്കെ ഇൻഫ്യൂഷനായിട്ടായിരിക്കും കൂടുതൽ കൊടുക്കുക, അതായത് ഇഞ്ചക്ഷനൊക്കെ ആയിട്ടായിരിക്കും കൂടുതൽ കൊടുക്കാൻ പറ്റുക. യു കാൺ ഗീവ് ദീസ് കാറ്റക്കോളമൈൻസ് ഓറലി കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് അബ്സോർബ് ഫ്രം അവർ GIT എന്നത് അബ്സോർബ് ആകില്ല. ഓക്കെ, സോ യു കാൺ ഗീവ് കാറ്റക്കോളമൈൻസ് ഇൻ ഓറൽ ഫോം. പക്ഷേ നോൺ കാറ്റക്കോളമൈൻസ് ഓഫ് കോഴ്സ് ദേ ആർ അവൈലബിൾ ഇൻ ഓറൽ അബ്സോർപ്ഷൻ. ടാബ്ലറ്റ്സ് ഫോമിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. എഫിഡ്രിൻ്റെയും ആംഫിറ്റമിൻ്റെയൊക്കെ നിങ്ങൾക്ക് ടാബ്ലറ്റ്സ് കാണാൻ പറ്റുന്നൊരു ഒന്നാണ് എഫിഡ്രിൻ, ആംഫിറ്റമിൻ, എല്ലാ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ഡു നോട്ട് ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഓഫ് കോഴ്സ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പ്രസൻ്റ് ആയതുകൊണ്ട് പോളാർ ആയതുകൊണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ കഴിയില്ല. അതേസമയം നോൺ കാറ്റക്കോളമൈൻസ് ആയതുകൊണ്ട് അത് ലിപ്പിഡ് സോളുബിൾ ആണ്, ഹൈലി ലിപ്പിഡ് സോളുബിൾ ആണ്. സോ ദേ ക്യാൻ ഈസിലി ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എവിടെയാണെന്ന് അറിയാമല്ലോ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ്, നമ്മുടെ തലയിലാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉള്ളത്, ഓർക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സോ ദേ ക്യാൻ ഈസിലി ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ, അടുത്തത് നോ CNS ആക്ഷൻ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്തുള്ള ആക്ഷൻസ് കാറ്റക്കോളമൈൻസിന് കുറവായിരിക്കും. എന്തുകൊണ്ടാണ് കുറവെന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് പോയിട്ട് വലിയ ആക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേസമയം നോൺ കാറ്റക്കോളമൈൻസ് ആണെങ്കിൽ എന്താണ്? ദേ ആർ ഹാവിങ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആക്ഷൻ. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് നമ്മളെ ബ്രെയിനകത്ത് എത്തുകയും ദേ ക്യാൻ സ്റ്റിമുലേറ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതുകൊണ്ട് അതിന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ഷൻസും ഉണ്ടാകും, അതുപോലെ തന്നെ സൈഡ് എഫക്ട്സും എന്തുണ്ടാക്കും? നോൺ കാറ്റക്കോളമൈൻസ് ഉണ്ടാക്കും. ഓക്കെ, സോ മോസ്റ്റ്ലി ഈ ആംഫിറ്റമിൻ, എഫിഡ്രിൻ ഒക്കെ എന്ന് വെച്ചാൽ ഒരു ഇൻഡയറക്റ്റ്ലി ആക്ടിങ് ഡ്രഗ്സ് ആണ്. ഈ നോൺ കാറ്റക്കോളമൈൻസ് കുറേയൊക്കെ ഇൻഡയറക്റ്റ്ലി ആക്ടിങ് ആണ്. ഡയറക്റ്റ് ആക്ടിങ് ഉണ്ട്, ഇൻഡയറക്റ്റ്ലിയും ആക്ടിങ് ഉണ്ട് നോൺ കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത്. കാറ്റക്കോളമൈൻസ് എപ്പോഴും ഡയറക്റ്റ് ആക്ടിങ് ആയിരിക്കും. കറക്റ്റായിട്ട് ആ റിസപ്റ്റേഴ്സിൽ തന്നെ കാറ്റക്കോളമൈൻസ് ആക്ട് ചെയ്യും. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം റിസപ്റ്റേഴ്സ് എങ്ങനെ, ഡയറക്റ്റ് ആ റിസപ്റ്ററിൽ തന്നെ ചെന്ന് ബൈൻഡ് ചെയ്ത് ആക്ട് ചെയ്തോളും. പക്ഷെ നോൺ കാറ്റക്കോളമൈൻസ് അങ്ങനെ ആക്ട് ചെയ്യും, ഇൻഡയറക്റ്റ് ആയിട്ടും കൂടുതൽ ആക്ട് ചെയ്യുന്നത് ഏതാണ്? നോൺ കാറ്റക്കോളമൈൻസ് ആണ്. അത് കൂടുതൽ നെർവ് എൻഡിങ്സിലൂടെ എൻ്റർ ചെയ്തിട്ട് നെർവ് എൻഡിങ്സിൽ നിന്ന് നോറെപ്പിനെഫ്രിൻ്റെ റിലീസിനെ ഇൻക്രീസ് ചെയ്യിക്കുകയാണ്. നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ്റെ റിലീസിനെ ഇൻക്രീസ് ചെയ്യുന്ന
ജോലിയാണ് കൂടുതലും എന്തിനുള്ളത്, നോൺ കാറ്റക്കോളമൈൻസിനുള്ളത്. അത് ഇൻഡയറക്റ്റ് ആണ്, നോട്ട് ടു ദ ഡയറക്റ്റ് റിസപ്റ്റർ. റിസപ്റ്റേഴ്സിനകത്ത് ആക്ട് ചെയ്യുന്നതുണ്ട്, പക്ഷെ കൂടുതലായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ഈ നോൺ കാറ്റക്കോളമൈൻസ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ കാറ്റക്കോളമൈൻസ് എപ്പോഴും ഡയറക്റ്റായിട്ട് ആ റിസപ്റ്റേഴ്സിനെ തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. കൂടുതലും കാറ്റക്കോളമൈൻസ് പാരൻട്രലി ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ഓറലി നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാറ്റക്കോളമൈൻസ് മോസ്റ്റ്ലി ഗിവൺ ഇൻ പാരൻട്രൽ ഫോം. അടുത്തതെന്ന് പറഞ്ഞത് ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്, അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല, നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. സോ എൻസൈംസ് ഇൻ അവർ ബോഡി ദാറ്റ് വെൻ കാറ്റക്കോളമൈൻസ് എൻ്റർ അവർ ബോഡി ഇറ്റ് will remove hydroxyl group and add medial group, and this enzyme is called COMT catechol or medial transferase. ഓക്കെ, അപ്പം ഈ കാറ്റക്കോളമൈൻസിനെ എപ്പോഴും ഡിസ്ട്രോയ് ചെയ്യുന്നത് ആരാണ്? കാറ്റക്കോൾ ഓ മീഡിയൽ ട്രാൻസ്ഫറേസ് വന്ന് ഡിസ്ട്രക്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ മാറ്റിയിട്ടത് മീഡിയൽ ഗ്രൂപ്പിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദീസ് കാറ്റക്കോളമൈൻസ് വിൽ ഈസിലി ഗെറ്റ് ഡിസ്ട്രക്റ്റഡ് ബൈ COMT കാറ്റക്കോൾ ഓ മീഡിയൽ ട്രാൻസ്ഫറേസ്. അതുകൊണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇതിൻ്റെ കാറ്റക്കോളമൈൻസിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ ഇഫ് യു ആർ ഗിവിങ് ഡോപ്പമിൻ, ഇപ്പം നമ്മൾ ഇതിനകത്ത് തന്നെ ഡോപ്പമിൻ ഉണ്ട്. ഡോപ്പമിൻ നമുക്ക് കൊടുക്കണം, പേഷ്യൻസിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം? അപ്പം യു ഷുഡ് ഗീവ് അസ് കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ. ഇൻഫ്യൂഷൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇൻഫ്യൂഷനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. എൽസ് എന്ത് സംഭവിക്കും? കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ അല്ലാതെ കൊടുത്താൽ തീർച്ചയായിട്ടും COMT വന്നതെല്ലാം ഡിസ്ട്രക്ഷൻ നടത്തും. കാറ്റക്കോൾ ഓ മീഡിയൽ ട്രാൻസ്ഫറേസ് വന്ന് ഡിസ്ട്രോയ് ചെയ്യും നമ്മളെ ഡോപ്പമിനെ. ഓക്കെ, സോ കണ്ടിന്യൂസ് ഇൻഫ്യൂഷനായിട്ട് വേണം എപ്പോഴും ഡോപ്പമിൻ കൊടുക്കാനായിട്ട്. സോ അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഡ്യൂറേഷൻ ഓഫ് നോൺ കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത് ലോങ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ hours, and because ഈ നോൺ കാറ്റക്കോളമൈൻസിന് ഡിസ്ട്രക്ഷൻ, അതായത് ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ മീഡിയൽ ഗ്രൂപ്പ് ഇതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദീസ് കാൺട്ട് ഡിസ്ട്രക്ട് നോൺ കാറ്റക്കോളമൈൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ കാറ്റക്കോളമൈൻസിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ വളരെ കൂടുതലായിരിക്കും. മോസ്റ്റ്ലി അവേഴ്സ് ആയിരിക്കും നോൺ കാറ്റക്കോളമൈൻസിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ നോൺ കാറ്റക്കോളമൈൻസ് വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ് അല്ല. കാറ്റക്കോളമൈൻസ് ആണ് എപ്പോഴും പൊട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സ്. നോൺ കാറ്റക്കോളമൈൻസ് നോട്ട് സോ പൊട്ടൻ്റ്. നിങ്ങൾക്കറിയാം കാറ്റക്കോളമൈൻസ് എന്താ പൊട്ടൻ്റ് എന്ന് പറയുന്നത്? ബിക്കോസ് ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കറക്റ്റായിട്ട് ആ സോക്കറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ പ്രൊഡ്യൂസ് എ പൊട്ടൻ്റ് ആക്ഷൻ, അതായത് നല്ല ഡയറക്റ്റ് പെട്ടെന്നുള്ളൊരു ആക്ഷൻ നമുക്ക് കിട്ടും. അതേസമയം നോൺ കാറ്റക്കോളമൈൻസ് എന്ന് പറഞ്ഞാൽ നോട്ട് സോ പൊട്ടൻ്റ് ഡ്രഗ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ഇപ്പം നിങ്ങൾ ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ അഫിനിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാവും. നോക്കിക്കേ, ആൽഫ അഗോണിസ്റ്റ്, ഫിനൈൽ എഫിട്രിൻ, മീതോക്സമൈൻ, അതിന് രണ്ടിനും ആൽഫയ്ക്കാണ് കൂടുതൽ അഫിനിറ്റി ഉള്ളത്. ആൽഫ 2-ന് കുറച്ചും കൂടെ, പിന്നെ ഏറ്റവും കുറവ് ബീറ്റയ്ക്ക്. ക്ലോണിഡിനും അതുപോലെ തന്നെ ആൽഫ 2-നും ആൽഫ 1-ലുമാണ് അഫിനിറ്റി കൂടുതൽ, ആൻഡ് ലെസ് ഇൻ ബീറ്റ. ഗ്രേറ്റർ അഫിനിറ്റി ഇൻ ആൽഫ 2. മിക്സഡിനകത്താണെങ്കിൽ സെയിം ആയിരിക്കും, അതായത് ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഒരേ അഫിനിറ്റി ഉള്ളതാണ് നോറെപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആൽഫ 1-നും ആൽഫ 2-നും ഏകദേശം ഒരേപോലെയും ബീറ്റ 1-ന് കുറച്ചും കൂടെ ഉണ്ടാവും. നോറെപ്പിനെഫ്രിന് ബീറ്റ 2-ന് കുറച്ചും കൂടെ കുറവായിരിക്കും. എപ്പിനെഫ്രിനാണെങ്കിൽ സെയിം ആയിരിക്കും, ആൽഫ 1-ലും ആൽഫ 2-ലും ഒരേ അഫിനിറ്റി, ബീറ്റ 1-ലും ബീറ്റ 2-ലും ഒരേ അഫിനിറ്റി ഉള്ളതാണ് എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. അത് ഡോബ്യൂട്ടമിൻ, ഐസോപ്രോട്ടനോൾ, ആൽബ്യൂട്രോൾ, ടെർബ്യൂട്ടാലിൻ, നോക്കിക്കുക, അതിനെല്ലാം ബീറ്റയിലോട്ടാണ് അഫിനിറ്റി കൂടുതൽ. ഓക്കെ, അതായത് കൂടുതൽ അതിന് അമൈൻ സൈഡിലുള്ള ഹെവിനെസ് കാരണമാണ് അതിന് കൂടുതലായിട്ടും ബീറ്റയിലോട്ട് അഫിനിറ്റി കൂടാനുള്ള ആ ഒരു കാരണം. അപ്പോൾ ഡോബ്യൂട്ടമിന് ബീറ്റ 1-ലാണ് അഫിനിറ്റി കൂടുതൽ. ഐസോപ്രോട്ടനോൾ അല്ലെങ്കിൽ ഐസോപ്രീനാലിന് ബീറ്റ 1-ലാണ് അഫിനിറ്റി കൂടുതൽ. അഫിനിറ്റി മീൻസ് ബീറ്റ 1 ആൻഡ് ബീറ്റ 2. ആൽബ്യൂട്രോൾ, ടെർബ്യൂട്ടാലിൻ, സാൽബ്യൂട്ടമോൾ, ഇതിനെല്ലാം ബീറ്റ 2-ലാണ് അഫിനിറ്റി കൂടുതൽ. ദെൻ ബീറ്റ 1 ഇൻ ഹയർ ഡോസസ് ആൽഫ. ഡോപ്പമിൻ ആണെങ്കിൽ ഇറ്റ് ഹാസ് ഹൈ അഫിനിറ്റി ഇൻ
D1 റിസപ്റ്റേഴ്സ്, അതായത് ഡോപ്പമിൻ 1ലും 2ലും ഒരേ സ്റ്റിമുലേഷൻ ആയിരിക്കും, ബട്ട് ലെസ് affinity towards ബീറ്റ റിസപ്റ്റേഴ്സ് ആൻഡ് ആൽഫ റിസപ്റ്റേഴ്സ്. അപ്പോൾ ഡോപ്പമിനിക് റിസപ്റ്റേഴ്സ് എവിടെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? മോസ്റ്റ്ലി ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ അവർ ബ്രെയിൻ ആൻഡ് ഇൻ സ്പ്ലാങ്കിക് സർക്കുലേഷൻ. സ്പ്ലാങ്കിക് എന്ന് വെച്ചാൽ GIT-ലോട്ടുള്ള സർക്കുലേഷനാണ് സ്പ്ലാങ്കിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്ലാങ്കിക് സർക്കുലേഷനിലും കൂടുതലുണ്ടാവും ഡോപ്പമിൻ. അതുപോലെ തന്നെ റീനൽ സർക്കുലേഷനിലും എന്തുണ്ടാവും? ഡോപ്പമിൻ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഡോപ്പമിൻ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? റീനോ ഡയലേഷനാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങോട്ടുള്ള വെയിൻസ് അല്ലെങ്കിൽ ആ നെർവ്സിന് റീനോ ഡയലേഷൻ ഉണ്ടാവും. ഓക്കെ, നോക്കിക്കേ, മോണോ അമിനോ ഓക്സിഡേസ് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ ആൽഫ കാർബൺ. അപ്പം ഈ ആൽഫ കാർബണിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് മീഥൈൽ ഗ്രൂപ്പ് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളവിടെ കൊടുക്കുകയാണെങ്കിൽ, ഇറ്റ് ബ്ലോക്സ് ദ മെറ്റബോളിസം ഓഫ് മോണോ അമിനോ ഓക്സിഡേസ് ആൻഡ് ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. മോണോ അമിനോ ഓക്സിഡേസിന് അവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ആൽഫ കാർബണിൻ്റെ അവിടെയാണ് എന്ത് വന്ന് ആക്ട് ചെയ്യുന്നത്? ബൈൻഡ് ചെയ്യുന്നത്. മോണോ അമിനോ ഓക്സിഡേസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. സോ ഇഫ് ദർ ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് കാൺ ബൈൻഡ് ടു ദാറ്റ് കാർബൺ. ആ കാർബണിനകത്തോട്ട് നമുക്ക് മോണോ അമിനോ ഓക്സിഡേസിനെ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? അതിൻ്റെ മെറ്റബോളിസം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എക്സ്പെഷ്യലി അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്തുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ബീറ്റ പൊസിഷനിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചോ, ഇപ്പോൾ ഫിനൈൽ എഫെഡ്രിനാണ് എടുക്കുന്നതെങ്കിൽ ഒരു സപ്പോസ് ഇപ്പോൾ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അവിടെ ഉണ്ടെന്ന് വെച്ചോ ബീറ്റ പൊസിഷനിൽ. ഇപ്പം ആൽഫ പൊസിഷൻ്റെ അവിടെ MTU ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മോണോ അമിനോ ഓക്സിഡേസ് വന്ന് ആൽഫ പൊസിഷനിൽ ബൈൻഡ് ചെയ്തിട്ട് ഈ ബീറ്റ പൊസിഷനിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുകയും അതുവഴി മെറ്റബോളിസം നടക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മളുടെ ആൽഫ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അവിടെ ഒരു നമ്മളൊരു മീഥൈൽ ഗ്രൂപ്പ് എന്തെങ്കിലും ആഡ് ചെയ്യുന്നു വെച്ചോ. സോ ദാറ്റ് മോണോ അമിനോ ഓക്സിഡേസ് can't bind there and thereby blocks the metabolism of mono amino oxidase. മോണോ അമിനോ ഓക്സിഡേസിൻ്റെ മെറ്റബോളിസം അവിടെ നടക്കാതിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ എഫിഡ്രിൻ ആൻഡ് ആംഫിറ്റമിൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ നോൺ കാറ്റക്കോളമൈൻസിന് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടുതലെന്ന് പറയുന്നത്. ഓക്കെ, നോൺ കാറ്റക്കോളമൈൻസ് ആണ് എഫിഡ്രിനും ആംഫിറ്റമിനും, അതുകൊണ്ടാണ് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടുതലെന്ന് പറഞ്ഞത്. അതിന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഇല്ല. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണെങ്കിൽ അതിന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും പ്രസൻറ്റ് ചെയ്തിട്ടില്ല.